എടാ മുരുക, നിനക്ക് 2 കുട്ടികൾ ജനിച്ചടാ, ചെന്ന് നോക്ക്. ഇരട്ടക്കുട്ടികളാ? കൊള്ളാം. ഒരുത്തൻ വീട്ടിലേക്കും ഒരുത്തൻ നാട്ടിലേക്കും. ജനനായക മുന്നണിയുടെ പുതിയ രക്തം. പേര് കൊടി. സൂക്ഷിച്ചു മോനെ. ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയില്ല. ഭീരുത്വം എന്നത് നമ്മുടെ അണികളുടെ രക്തത്തിലേ ഇല്ലാത്തതാണ്. നമ്മുടെ പാർട്ടിക്ക് എന്തിനേയും അതിജീവിക്കാൻ കരുത്തുണ്ട്. യുവചിന്തകളെ ഇന്നത്തെ കാലത്ത് ആര് തോൽപ്പിക്കും? പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ എല്ലാ അവകാശങ്ങളും നേടിത്തരുവാൻ ബാധ്യസ്ഥരാണ്. രാഷ്ട്രീയ ജാതിഭേദമന്യേ നിങ്ങൾക്ക് നിങ്ങൾ പിന്നെ ഭ്രാന്താ നിങ്ങൾക്ക്. കിടക്കാൻ നോക്ക്. എവിടെ അച്ഛാ പോകുന്നത്? ശ്രീരാമ ഭഗവാൻ രാവണനോട് യുദ്ധം ചെയ്തിട്ടാണ് സീതയെ മോചിപ്പിച്ചത്. എന്നാൽ നമ്മുടെ നേതാവ് സമാധാനത്തിന്റെ പാതയിൽ എല്ലാം നേടിയെടുക്കുന്നവനാണ്. കടലിൽ മത്സ്യം പിടിക്കാൻ പോയ തൊഴിലാളികളെ ശ്രീലങ്കക്കാർ കൊണ്ടുപോയപ്പോൾ സംയമനം പാലിച്ച് അവരുമായി സംസാരിച്ച ധാരണയായി നമ്മുടെ തൊഴിലാളികളെ മോചിപ്പിച്ചു. അതുപോലെ നമ്മുടെ നാട്ടിൽ എന്ത് പ്രശ്നങ്ങൾ നടന്നാലും അതിനൊക്കെ ശാശ്വത പരിഹാരം കാണാൻ നമ്മുടെ നേതാവ് ഉണ്ടാവുമെന്ന്. നമ്മൾ ഏവരും ഒരുമിച്ച് നിന്ന് പോരാടുകയാണെങ്കിൽ നമുക്ക് വിജയം നിശ്ചയമാണ്. നിസ്വാർത്ഥമായി രാജ്യത്തെ സേവിക്കുക എന്നത് ഓരോ പൗരന്റെയും കടമയാണ്. 13 വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയിൽ നിരോധനം ഏർപ്പെടുത്തിയ മെർക്കുറി ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ ഗ്രാമത്തിൽ ഫാക്ടറി ഉണ്ടാക്കി. അന്ന് ആ ഫാക്ടറിയിൽ ജോലിക്ക് പോയ നമ്മുടെ ഗ്രാമത്തിലെ എല്ലാ തൊഴിലാളികൾക്കും അതിൻ്റെതായ തിക്തഫലം അനുഭവിക്കേണ്ടി വന്നു. അവിടെ ജോലി ചെയ്ത ജീവനക്കാരുടെ ഭാര്യമാരെല്ലാം ഇന്ന് വിധവകളായി ജീവിക്കുന്നു. കല്യാണം കഴിക്കുന്നതിന് വേണ്ടി പണമുണ്ടാക്കാൻ അവിടെ ജോലിക്ക് പോയവർ ഇന്ന് വന്ധ്യകളായി ജീവിക്കുന്നു. അതിനെ അതിജീവിച്ച് ജനിച്ച കുട്ടികൾ തലച്ചോറിനേറ്റ ആഘാതത്താൽ വികലാംഗരായി ജനിച്ചു വീണു. നല്ല വിളവ് തന്ന ഭൂമി ഇന്ന് വിഷലിപ്തമാക്കി മാറ്റിയിരിക്കുകയാണ് മഹാപാപികൾ. ഇതിനൊരവസാനം കാണണ്ടേ? നാളെ നമ്മൾ നടത്താൻ പോകുന്ന ഈ സമരം കാട്ടുതീയായി പടർന്ന് അധികാരവർഗം അതിൽ എരിഞ്ഞു തീരണം. ഇത് നമ്മുടെ ജീവൻ കൊടുത്ത് നാം ചെയ്യണം. ഇത് തൊഴിൽശാലയോ അതോ അറിവുശാലയോ? തിരിച്ചുപോ. അമേരിക്കയിലേക്ക് തിരിച്ചുപോ. പോവില്ല ഞങ്ങൾ അവസാനം കാണാതെ പോവില്ല ഞങ്ങൾ. ഈ സമരം ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. തൽക്കാലം നിങ്ങളെല്ലാം വണ്ടിയിൽ കയറുക. ത്യാഗം ചെയ്യുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ശത്രുക്കൾക്കിടയിൽ വളർന്നവനാണ് ഞങ്ങളുടെ നേതാവ്. മെർക്കുറി അവശിഷ്ടങ്ങൾക്കെതിരെയുള്ള ഈ സമരം ഇനി ജനിക്കാൻ പോകുന്ന പുതിയ തലമുറയ്ക്ക് കൂടി വേണ്ടിയാണ്. മൗനം പാലിക്കുന്ന പുതിയ സർക്കാരിനെതിരെയുള്ള മുന്നറിയിപ്പാണിത്. ഈ ഫാക്ടറിക്ക് 4 ചുറ്റും വസിക്കുന്ന ഗ്രാമവാസികളുടെ ആരോഗ്യ സംരക്ഷണത്തിനും അവരുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനും വേണ്ടി ഈ സമരം ഒരു തീജ്വാലയായി ആളിപ്പടരേണ്ടത്. അച്ഛാ! പാർട്ടിയെയും നേതാവിനെയും ഒരിക്കലും കൈവിടില്ല അച്ഛാ. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ജനനായക കക്ഷിയും സോഷ്യലിസ്റ്റ് പാർട്ടിയും മാറി മാറി ഭരിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഭരണമാണ്.
ഈ പ്രാവശ്യമെങ്കിലും യുവജന നേതാവിന്റെ പോസ്റ്റ് എൻ്റെ മോന് കിട്ടുമോ? നിങ്ങൾക്ക് നേതാവിന്റെ മരുമോനുണ്ടല്ലോ, പിന്നെന്തിനാ ഈ പേടി? അതൊക്കെ ശരി തന്നെയാ. പക്ഷെ ലിസ്റ്റിൽ ആ കൊടിയുടെ പേരുണ്ടല്ലോ, അതാ ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ലിസ്റ്റിൽ മാത്രമല്ല എല്ലാവരുടെ മനസ്സിലും ഉണ്ട്. ചേട്ടാ, നമ്മൾ ജീവിക്കാൻ വേണ്ടി രാഷ്ട്രീയത്തിൽ വന്നതാ. അവൻ ജനിച്ചത് രാഷ്ട്രീയത്തിന് വേണ്ടിയാ. അവന് കിട്ടാനുള്ളത് ആര് വിചാരിച്ചാലും തട്ടി മാറ്റാൻ കഴിയില്ല. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നേതാവിന്റെ മരുമം വന്ന നേതാവ് വന്ന പോലെയാ. നമസ്കാരം. നമസ്കാരം ചേട്ടാ. നേതാവ് കൃത്യം 10 മണിക്ക് ഓൺലൈനിൽ വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പോസ്റ്റിംഗ് ലിസ്റ്റിലുള്ള 5 പേരും കൃത്യമായിട്ട് ഇവിടെ ഉണ്ടാവണം. ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രശ്നവുമില്ല. നീ പറഞ്ഞിട്ടാണ് അവനെ പാർട്ടിയിൽ ചേർത്തത് തന്നെ. ഇപ്പൊ അവൻ പറയുന്നതല്ല ഞാൻ ചെയ്യണം. തലമറന്ന് എണ്ണ തേക്കരുതെന്ന് പറയാം. പോ. അപ്പൊ നിങ്ങളുടെ വാക്കിന് ഇത്രേ വിലയുള്ളൂ? ഞാൻ എന്ത് ചെയ്യാനാ? 3 പേരും നിങ്ങളുടെ പേര് കേട്ട ഉടനെ കോൺഫറൻസിന് പോലും വന്നില്ല. ആ കൊടിയാണ് എല്ലാത്തിനും കാരണക്കാരൻ. അവനാണെങ്കിൽ ഇപ്പൊ പറഞ്ഞാലും കേൾക്കത്തില്ല. ഇതുവരെ വരാൻ പറ്റാത്ത കൂടി ഇത്തവണയും വരാൻ പാടില്ല. കോൺഫറൻസിന് പോലും വരാത്ത ഒരുത്തിന് എങ്ങനെ പോസ്റ്റിംഗ് കൊടുക്കുമെന്ന് ഞാൻ നേതാവിനോട് ചോദിക്കും. അവൻ എവിടെയുള്ളതെന്ന് അന്വേഷിക്കും. അങ്കിൾ, സ്പീക്കറിലിടുമോനെ. എടാ കൊടി, നീ എവിടെയുള്ള? ഞാൻ പഞ്ചറാടാ. ഞാൻ പിള്ളേരൊന്ന് സ്കൂളിലാക്കി വന്നു. വണ്ടി നിറങ്ങടാ. നമസ്കാരമുണ്ട്. എന്താ എല്ലാവരും കൂടി ഇങ്ങനെ ഒരു പോത്ത് കൂട്ടം പോലെ വണ്ടിയുടെ മുന്നിൽ ഒന്ന് നിൽക്കുന്നത്? വണ്ടിക്കകത്ത് പിള്ളേരൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, അവർക്ക് എന്തെങ്കിലും പറ്റിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്താവാനാ? പിള്ളേരെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും, അത്ര തന്നെ. പാർട്ടി ഓഫീസിലേക്ക് പോകാൻ പറ്റില്ല. ഓ, പാർട്ടി ഓഫീസിലേക്ക് ഞാൻ പോകാൻ പാടില്ല? അയ്യോ, നിങ്ങൾ വെറുതെ തമാശ കളിക്കില്ല. നിങ്ങൾ ചെന്നാൽ എനിക്ക് പിള്ളേരെ കൊണ്ട് സ്കൂളിൽ പോകാനുള്ളതാ. പോയെ. നീ പോണമെങ്കിൽ ഞങ്ങളെ മറികടന്ന് വേണം പോകാൻ. എനിക്ക് മറികടക്കാനൊന്നും അറിയില്ല. വേണമെങ്കിൽ 2 തൊഴി വന്നിട്ട് പോവാം. ഒരു മിനിറ്റ് നിൽക്ക, ഒറ്റ മിനിറ്റ്. ഇരിക്കട്ടോ മക്കളെ, നിങ്ങൾ ഇവിടെ നടക്കുന്നൊന്നും കാണണ്ട. നിങ്ങൾ വീഡിയോ ഗെയിം കളിച്ചോണ്ടിരിക്കുക. അങ്കിൾ ഇതേ ഒരു 5 മിനിറ്റിൽ. പാർട്ടി ഓഫീസിലേക്ക് പോകേണ്ടതാ. ഷർട്ടിൽ അഴുക്ക് പറ്റിയ ശരിയാവില്ല. എല്ലാരും കേട്ടല്ലോ അല്ലേ? ഏയ് നിക്ക് നിക്ക് നിക്ക്, അഴുക്കാക്കരുതെന്ന് പറഞ്ഞില്ലടാ ഞാൻ. ഷർട്ട് നിനക്ക് എന്താ വേണ്ടത്? വാ, തേച്ചോ തേച്ചോ. അടിയുണ്ടാവുമ്പോൾ ഷർട്ട് എടുക്കാമെന്ന് എനിക്കറിയില്ല. എപ്പോഴും അലേർട്ടായിട്ടിരിക്കുന്നവനാടാ രാഷ്ട്രീയക്കാരൻ. എത്ര നേരം ഇവൻ എവിടെ പോയി കിടക്കാം? എപ്പോഴാടാ വന്നേ? ഏതിലടാ വന്നേ? ഞാൻ പറത്തെ, നമ്മൾ വന്നതും ജീവിച്ചതും സമ്പാദിച്ചതൊന്നും അല്ലടാ കാര്യം. നമ്മൾ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളതാണ് പ്രധാനം. ഇപ്പൊ ഞാൻ എന്താ ചോദിച്ചത്, നീ എന്താ പറയുന്നത്? രാഷ്ട്രീയത്തിലൊന്നും എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോടാ. നമ്മുടെ നേതാവത്തെ. നമസ്കാരം. നമസ്കാരം. നമ്മുടെ യുവജന നേതൃത്വത്തിലേക്ക് ജില്ലാ പ്രസിഡന്റ് 5 പേരെ നിർദ്ദേശിച്ചിരിക്കുകയാണ്. യുവജന നേതാവ് എന്ന പദവി അത്ര നിസ്സാരമല്ല. പാർട്ടിയുടെ ഭാവി തീരുമാനിക്കേണ്ടത് അവനാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ തോറ്റുപോയെങ്കിലും അവന്റെ വാർഡിൽ കഴിഞ്ഞതിനേക്കാളും 5000 വോട്ട് കൂടുതൽ നേടിത്തന്നവനാണ്. ഞാനാണ് അവന് പേരിട്ടത് കൊടി. ഇനി അവനാണ് ഈ ജില്ലയുടെ യുവജന നേതാവ്. പാർട്ടി ഭാരവാഹികളും എല്ലാ അംഗങ്ങളും അവനോട് ചേർന്ന് പാർട്ടിയെ ശക്തിപ്പെടുത്തണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു.
വേണമെന്നൊരു വാക്ക് പറഞ്ഞെങ്കിൽ ഞാൻ മാറിത്തരില്ല. എന്തിനാ ഇങ്ങനെ ആളെ കഴിക്കുന്നത്? രക്ഷപ്പെടാനുള്ള വഴിയല്ല നോക്കുന്നത്. അവന്റെ ഒരു യുവജന നേതാവ്. അമ്മയാണ് ഇപ്പൊ അവനെ എതിർക്കുന്നല്ലേ? അതേടാ, നിന്നെ പോലുള്ള കൂട്ടുകാർ പിരികെറ്റുന്നോണ്ട് അവൻ ഒരിക്കലും രക്ഷപ്പെടാത്തത്. അമ്മ എന്തൊക്കെയാ പറയണേ? കൊടിയുടെ കാര്യം പറയുമ്പോ എല്ലാ അമ്മമാർക്കും എന്തൊരു സന്തോഷമാണെന്ന് അറിയോ? എന്നാ എനിക്കെന്റെ മോനെ ഓർത്ത് സന്തോഷമൊന്നും വരുന്നില്ലല്ലോ. അമ്മ എന്നാണോ അവന്റെ അച്ഛൻ മരിച്ചത് അന്ന് തൊട്ട് അവന്റെ ഊണ് ഓർക്കും ആ പാർട്ടി ഓഫീസിൽ തന്നെയാ. കുറച്ചു കഴിയുമ്പോ എല്ലാം ശരിയാവുന്ന വിചാരിച്ചത്. അവനിനി കോളേജിലേക്ക് പോകുന്നില്ല, രാഷ്ട്രീയമാണ് അവന് മുഖ്യമെന്ന് പറഞ്ഞാ അന്ന് തൊട്ട് ഞാൻ അവനോട് സംസാരം നിർത്തിയതാ. ഇപ്പൊ 10 വർഷമായി. ഒരിക്കലും നന്നാവുന്ന ലക്ഷണമില്ല. അമ്മേ, എനിക്കൊരു സംശയം. എന്താ? സ്വന്തം മോനോ അമ്മ പറയണ അനുസരിക്കില്ല, പിന്നെ പഠിക്കുന്ന പിള്ളേർ അനുസരിക്കോ? നിന്നെ ഞാൻ വേണ്ട. എന്താ ഇത്? ഇന്ന് സാമ്പാർ തന്നെയാണ്. ഇവിടെ ചിക്കനും മട്ടനൊന്നും വെക്കൂലേ? എടാ, അവൻ ഇവിടുന്ന് കഴിക്കുന്ന ഒരു പ്രാവശ്യമാ, അതുകൊണ്ട് അവൻ ഇഷ്ടമുള്ളത് ഉണ്ടാക്കിയത്. എനിക്ക് 2 മക്കളാ, ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് ഉണ്ടാക്കാൻ പറ്റുമോ? നിക്കടാ, ഞാൻ കൊണ്ടുവരാം. എന്താടാ നിനക്കിപ്പോ സാമ്പാറൊന്നും പറ്റില്ലേ? കല്ല് ചുമക്കാനൊന്നുമല്ലല്ലോ. നീ കോളേജിലേക്കല്ലേ പോന്നെ? മിണ്ടായിരുന്നു കഴിക്കാൻ നോക്കും. നമ്മുടെ അച്ഛനെ പോലെ ജീവിതകാലം മുഴുവൻ അടിമയായിട്ട് ജീവിക്കുന്ന വിചാരിച്ചത്. പക്ഷെ കുഴപ്പമില്ല, കൺഗ്രാറ്റ്സ്. എന്നാ പിന്നെ അഭിമാനത്തോടെ ഇതങ്ങ് അമ്മയോട് പറഞ്ഞേക്കും. നാട്ടിൽ മുഴുവൻ മൈക്കിൽ സംസാരിക്കുന്ന നിനക്കെന്താ അമ്മയോട് പറഞ്ഞാല്? ഞങ്ങൾ മിണ്ടാറില്ലെന്ന് നിനക്കറിയില്ല. കൊടുക്കടാ. മിണ്ടാതിരിക്കുമ്പോഴമ്മ എപ്പോഴും നിന്റെ കാര്യം പറയാറ്. നിനക്ക് ഇഷ്ടപ്പെട്ടത് എപ്പോഴും ഉണ്ടാക്കി വെക്കുന്നത്. ഇനിയിപ്പം മിണ്ടുകയാണെങ്കിൽ പറയുക. ഒന്ന് പറടാ. നേതാവേ, ഞാൻ പ്രൊഫസറാ, ബ്രോക്കറല്ല. പഠിച്ചതിൻ്റെ അഹങ്കാരം. ഡാ ഭരത്തെ, നീ പറ. ഇപ്പൊ പോസ്റ്റ് വലിച്ചു കീറിയുള്ളൂ. ഞാൻ എന്ത് പറയാനാ? നിനക്ക് പഠിക്കാത്തതിൻ്റെ അഹങ്കാരമായിരിക്കും. പറയാൻ പറഞ്ഞില്ലടാ. അമ്മേ, കൊടി യുവജന നേതാവായി അമ്മേ. അതുകൊണ്ട് ജീവിക്കാൻ പറ്റുമോ നമുക്ക്? ഒരു ചുക്കും വാങ്ങാൻ പറ്റില്ല. രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും തരികട കാണിച്ചാൽ കമ്മീഷൻ വാങ്ങാൻ പറ്റും. എന്നാ കൊടി ആയതുകൊണ്ട് അതും നടക്കില്ല. അതറിയാലോ. മിണ്ടായിരുന്നു കഴിക്കാൻ നോക്കും. സ്റ്റീൽ പ്ലേറ്റ് തിന്നാനുള്ള ശക്തിയില്ലടാ എനിക്ക്. ഇവനെ പോലെ ഇവന്റെ അച്ഛനെ പോലെയും സത്യസന്ധതയുള്ളവർക്കൊന്നും രാഷ്ട്രീയത്തിൽ രക്ഷപ്പെടാനാവില്ല. റൈസ് മില്ലിലെ മുകുന്ദനെ പോയിന്ന് കാണാൻ പറ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, 10,000 രൂപ ശമ്പളത്തിന് കണക്കപ്പള്ളിയുടെ ജോലി. മുകുന്ദൻ അവന്റെ മോന്റെ ജോലിക്കാരെ എന്നോട് റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞത് പറഞ്ഞു ഈ കൊടുക്കാം. പൊങ്ങച്ചൻ കാരണം ഇവൻ ജീവിതത്തിൽ ഒരിക്കലും രക്ഷപ്പെടാത്തത്. എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടെങ്കിലല്ലേ ഇവൻ ഒരു പെണ്ണെങ്കിലും ആലോചിക്കാൻ പറ്റൂ. ഇവന്റെ അച്ഛനാണെങ്കിൽ കുടുംബം മക്കളും എന്ന ചിന്തയില്ലാണ്ട് സ്വയം ആത്മഹത്യം ചെയ്തു. ഇപ്പൊ ഇവന്റെ പോക്കും അതേ പാതയിൽ തന്നെയാ. അത് ആലോചിക്കുമ്പോഴെനിക്ക് ഇത് നോക്കേട്ടാ, നിങ്ങൾ എന്നെ നോക്ക്. ഏത് മുട്ടയാ വലുത്? എന്റെ കയ്യിലുള്ള ഈ മുട്ടയല്ലേ വലുത്? അതെ അതെ. പിന്നെ നാടൻ കോഴി ഇത്രയും വലിയ മുട്ടയിടുമെന്നല്ലേ നിങ്ങളുടെ സംശയം? അതെ. സംശയം എന്താ? ഇങ്ങനെ ഒരു മുട്ടയിട്ട നാടൻ കോഴി ജീവനോടെ ഉണ്ടാവില്ല. എടോ, നിന്നോട് ആരെങ്കിലും ചോദിച്ചോ? കാരണം ഞാൻ അത്രയും തീറ്റ കൊടുക്കുന്നുണ്ട്. ഞാൻ പോലും മര്യാദയ്ക്ക് കഴിക്കുന്നില്ല. അത് ശരിയാ, കണ്ടാ തന്നെ അറിയാം. അങ്ങേര് തരുന്നതിനേക്കാൾ 50 പൈസ കുറച്ച് ഞാൻ തരാം. അതെയോ? അപ്പൊ ഒരു 20 ട്രേതാ. ചേട്ടാ, പുതിയൊരു പെണ്ണ് വന്നപ്പോഴേക്കും ചേട്ടൻ നമ്മുടെ കച്ചവടം കുറയ്ക്കില്ലട്ടാ. എനിക്കെന്തോ ആ മുട്ട കണ്ടിട്ട് ശരിക്കും നാടൻ കോഴിയുടെ മുട്ടയാണെന്ന് തോന്നുന്നു. എടോ, എന്ത് കണ്ടിട്ട് താൻ അങ്ങനെ പറയുന്നത്? എന്നാലേ ഓരോ മുട്ടയും നമുക്ക് പൊട്ടിച്ചു നോക്കാം. ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതെന്ന് കണ്ടുപിടിക്കാം. എന്താ? എന്റെ പൊന്നു മോളെ, എന്തിനാ ഈ കടയുടെ മുമ്പിൽ കിടന്ന് രാവിലെ ബഹളം വെക്കുന്നേ? നീ തന്നെ കൊണ്ടുപോവാ മോളെ. ഒന്ന് പോടാ. ഒരു പെണ്ണിനെ കണ്ടപ്പോഴേക്കും എല്ലാം മറന്നു. അച്ഛനും മോനും ഒരു സ്വഭാവം. മര്യാദക്ക് സംസാരിക്കണം കേട്ടോ. നിനക്ക് മര്യാദ. ആ പെണ്ണ് നിനക്ക് മുട്ടയല്ലട തരുന്നത്, നിന്റെ കച്ചവടത്തിനുള്ള. കാണാം. നീ താ മോളെ, എടുത്തോണ്ട് വാ. നല്ല വലിപ്പമുള്ള മുട്ടയാ. ഈ മുട്ട നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാം. ചേട്ടാ, നിനക്കൊന്നും വിവരമില്ലേ? അയ്യോ, ഇവളെ വിശ്വസിച്ച് മറ്റേ കച്ചവടവും പോയി. എന്താടാ മോനെ, അച്ഛന്റെ കാലം തുടങ്ങി നമ്മൾ നടത്തുന്നതല്ലേ? ഇതിനൊക്കെ ദേഷ്യപ്പെടാമോ? ആരാന്ന് പോലും എനിക്കറിയില്ല. നീ വേഗം മുട്ട കൊണ്ടുപോടാ. പറയുന്നൊന്ന് കേൾക്കാൻ പോലുള്ള മനസ്സ് കാണിക്കാതെ പോകുന്ന പോക്കണ്ടില്ലേ? വൈകുന്നേരം വരുമ്പോ കൊണ്ടുവരാനേ. എന്തൊരു പോക്കായും പോകുന്നേ. നോ എൻട്രി ബോർഡ് വെച്ചിരിക്കുന്നുണ്ടല്ലേ? എങ്ങോട്ടായി പോകുന്നേ? ഇപ്പൊ മുമ്പിൽ ഒരുത്തൻ അങ്ങോട്ട് പോകുന്നുണ്ടല്ലേ? അവനെ വിട്ടിട്ട് എന്നെ എന്തിനാ പിടിച്ചത്? എന്റെ മോളെ, എന്റെ കൈ കിട്ടുന്നവരല്ലേ എനിക്ക് പിടിക്കാൻ പറ്റൂ. അത് ശരി തന്നെയാ. ഒറ്റ മിനിറ്റ്. അല്ലെ, എന്താ ഉദ്ദേശം? എടോ, കല്ല് വിട്ടേക്ക് മറ്റാണോ തന്റെ മുഖത്തേക്ക് എറിഞ്ഞത്? മുട്ടയല്ലേ? മുഖം തുടച്ചിട്ട് പോവാൻ നോക്ക്. താങ്ക് യു വെരി മച്ച്.
ആരാ നിങ്ങള്? സ്വാമിയപ്പൻ സാറിനെ ഒന്ന് കാണണം. മുട്ട മാലതെന്ന് പറഞ്ഞറിയും. ക്യാൻറ്റീനിൽ മുട്ട സപ്ലൈ ചെയ്യുന്ന കാര്യം ഫോണിൽ സംസാരിച്ചായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടാ നേരിട്ട് വന്നത്. കോപ്പി ദിസ്. മഞ്ഞ 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 ബൾബുകൾ മിന്നി 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 കത്തുമ്പോൾ. സർ, എക്സ്ക്യൂസ് മീ. യെസ് മുട്ടമാലതി. എന്റെ മുഖം വൃത്തികേടാക്കിയിട്ട് നീ മുഖം മൂടുവാണല്ലേ? സോറി സർ. സാറിന്റെ മുഖം കണ്ടിട്ട് മുട്ടബജി പോലെയുണ്ടോ? ചേച്ചേ, അതിനേക്കാൾ മോശമാണോ? അയ്യോ. നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാ എന്റെ മുഖത്ത് മുട്ട എറിഞ്ഞിട്ട് എന്റെ കോളേജിൽ വന്ന് എന്നോട് മുട്ടയ്ക്ക് ഓർഡർ ചോദിക്കുന്നു? വേറെ ആരോട് ചോദിക്കണേ സർ? അങ്ങ് പോകുന്നാണ്ടില്ലേ? അങ്ങേരോടോ? ഈ കോമഡി ഒന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല. നീ തലകുത്തി നിന്നാലും നിനക്ക് ഇവിടുന്ന് ഓർഡർ കിട്ടില്ല. സാർ, ഈ നാടൻ കോഴിയുടെ മുട്ട പച്ചയ്ക്ക് കഴിച്ചാലേ ഗുണം കിട്ടുക. സത്യം. അതുകൊണ്ട് സാറിന്റെ വയലേക്ക് എറിഞ്ഞു തന്നത്. അതുകൊണ്ട് സാറിന് മുഴുവൻ എനർജി ആയിരിക്കും. സർ, പ്ലീസ് സർ. ഏത് ക്ലാസ്സിലാണ് മോളെ? ആരെ കാണണ്ടേ? ആരെ കാണണമെന്നോ? എനിക്ക് നഷ്ടം 4500 രൂപയാ. ഏയ്, 4500 രൂപ എന്ന് പറഞ്ഞു കേട്ടില്ലേ? ഞാനിവിടുത്തെ പ്രൊഫസറാ, അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളൊന്നുമല്ല. നീ കാരണം എനിക്ക് വന്ന നഷ്ടത്തെ കുറിച്ച് പറഞ്ഞപ്പോ നീ എന്നെ പരിഹസിക്കാണോ? എന്റെ ഫോൺ പിടിക്ക്. പണം മുഴുവൻ തന്നിട്ട് ഫോൺ വാങ്ങിച്ചോ. എന്താടാ ഈ പറയുന്നത്? ഒരു പെണ്ണ് നിന്നെ അടിച്ചെന്നോ? സാമ്പാർ വേണ്ട, മട്ടൻ മതി, ചിക്കൻ മതി എന്ന് പറയാൻ നിനക്ക് നാവുണ്ടല്ലോ. അവളെ തിരിച്ചടിക്കാൻ നിന്റെ കൈ എവിടെ പോയി? അതൊരു പാവം പെണ്ണ. ഞാൻ കാരണം അവൾക്ക് നഷ്ടം സംഭവിച്ചതുപോലും എന്റെ ഭാഗത്ത് തെറ്റുണ്ടമ്മ. എന്നെ പോലത്തെ ആരും ഒരുത്തൻ അവളെ. ഇനി അവനായിരിക്കോ? അവൻ തന്നെയാ. അവൻ ചെയ്ത കാര്യത്തിന് നിനക്ക് തല്ല് കിട്ടിയത്. നീ ഒരു കാര്യം ചെയ്, അവളുടെ വീട്ടിൽ പോയി അത് ഞാനല്ല എന്റെ ചേട്ടനാന്ന് പറഞ്ഞ് കിട്ടിന് പകരം കൊടുത്തിട്ട് വാ നീ. എന്നാലും നിനക്കൊന്ന് ചോദിച്ചു. ഡാ, എങ്ങോട്ടാ പോന്നെ? ഇങ്ങോട്ട് വാടാ. വരാൻ പറഞ്ഞ വാ ഇങ്ങോട്ട് പോ. അവന്റെ ഒരു സാമട്ട് കണ്ടില്ലേ? സാധാരണ കോഴിമുട്ട ഇങ്ങനെ തേയിലവെള്ളത്തിൽ മുക്കിയെടുത്താ എല്ലാവരും വഞ്ചിക്കപ്പെടും. ഗുണമേറിയ നാടൻ മുട്ട തയ്യാർ. എങ്ങനെയുണ്ട് മുത്തശ്ശി? അടിപൊളി. മുട്ടമാലതി എന്ന് പറഞ്ഞാൽ ആരാന്നാ വിചാരിച്ചേ? മുട്ടയ്ക്ക് കുപ്പായി ഇടുന്നവളല്ലേ? ഒരുത്തരും കണ്ടുപിടിക്കാനാവില്ല. നാടൻ മുട്ട തോറ്റുപോകും ഇതിന്റെ മുമ്പില്. എടി മഹാഭാവി, ബ്രോയിലർ മുട്ടയൊക്കെ തേയില വെള്ളത്തിൽ മുക്കി നീ നാടൻ മുട്ടയെന്ന് പറഞ്ഞു വെക്കുക. നീ എങ്ങനെ എന്റെ ഫാക്ടറിക്കുള്ളിൽ എത്തിയത്? നിന്റെ മുട്ട തേയില വെള്ളം കുടിക്കുമ്പോഴേ എത്തി. ഇങ്ങനെയാണല്ലേ നീ നാട്ടുകാരെ പറ്റിക്കുന്നത്? അതെ. അതിനിപ്പോ എന്താ? നാട്ടുകാരോട് പോയി പറയോ? പോയി പറയൂ. എന്നാ നീ എനിക്ക് തരാനുള്ള 4500 രൂപ തന്നിട്ട് പോയി പറഞ്ഞു. ഞാൻ നിനക്ക് കാശ് തരാൻ വേണ്ടി വന്നൊന്നുമല്ല. എന്റെ ഫോൺ തിരിച്ചു വാങ്ങിയിട്ട് നീ തന്നത് ഞാൻ തിരിച്ചു തരാൻ വേണ്ടി വന്നത്. ഈ മാലതയുടെ നേരെ നീ കൈ ഓങ്ങുവല്ലേ? എന്നാ അടിക്കടാ, അടിക്ക്, അടിക്ക്, അടിക്കടാ. എടാന്നോ? അതേടാ. അതിനെന്താടാ ഇപ്പോ? എന്റെ മുട്ടയിലും പൊട്ടിച്ചതും പോരാഞ്ഞ് കോളേജിൽ എനിക്ക് കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്ന ഓർഡറും നീ നശിപ്പിച്ചു. എല്ലാത്തിനും നീയാ കാരണം. നിന്നെ എടാ പോടാന്ന് മാത്രല്ല, നല്ല പച്ച തെറിയും വിളിക്കും. ഇപ്പൊ മനസ്സിലായില്ലേ? മര്യാദയ്ക്ക് പണം തന്നിട്ട് ഫോൺ വാങ്ങിച്ചോണ്ട് പൊയ്ക്കോ. നാളെ എന്റെ വീട്ടിലേക്ക് വന്നാ നിന്റെ കാശ് തരാം. നിന്റെ വീടെന്താ വിക്ടോറിയ പാലസ് ആണോ? അഡ്രസ് പറ, ഞാൻ വരാം. അടിച്ചോടാ? അടിച്ചമ്മേ. കരണത്താണോ അടിച്ചത്? ആ, കാരണം കുറ്റിക്കാനെ അടിച്ചമ്മേ. സത്യമായിട്ട് അടിച്ചോടാ? ആ, സത്യമായിട്ട് തന്നെ അടിച്ചമ്മേ. പോടാ, നീയല്ലേ അടിക്കുന്ന ആള്. അമ്മേ അമ്മേ അമ്മേ, ഞാൻ പെൺകുട്ടികൾ എങ്ങനെ അമ്മ അടിക്കുന്നത്? ഇറ്റ്സ് നോട്ട് റൈറ്റ്. ഞാൻ അവൾക്ക് അഡ്രസ്സ് കൊടുത്തിട്ട് അവളെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞിരിക്കുക. എന്താടാ അടിക്കാൻ പറഞ്ഞ അഡ്രസ്സും കൊടുത്തിട്ട് വരികയാണ്? അമ്മ നോക്കിക്കോ, നാളെ കാണാം. എന്തുവാടാ ബെല്ലടിക്കുന്ന കേട്ടില്ലേ? അതാ പെണ്ണായിരിക്കും. ചേട്ടനകത്തുണ്ടല്ലോ. പോകാനൊരുങ്ങ. അപ്പൊ ടൈമിംഗ് കറക്റ്റ് ആയിരിക്കും. യു വെയിറ്റ് ഹിയർ, സീ ദേർ. നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കണ്ട ഏട്ടാ. ഞാൻ പുള്ളിയോട് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ വന്ന് ക്ലിയർ ചെയ്ത് തരാം. ഈ സമയത്താരാ വാതിലടച്ചിരിക്കുന്നത്? അയ്യോ, ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും താടിയോ? എന്താ വേണ്ടേ? വരാൻ പറഞ്ഞില്ലേ, പണം എടുക്ക. ഏത് പണം? ഓ, നിനക്ക് ഓരോ തവണ ലിസ്റ്റ് ഇട്ട് ആദ്യം മുതൽ പറഞ്ഞു തരണമെന്നാണോ? ഇന്നലെ ആടി കിട്ടിയത് ഓർമ്മയില്ലേ?
അടിച്ചെന്നോ? ആ ആ അതിനിപ്പോ ഞാനെന്താ ചെയ്യണ്ടേ? പ്രേതത്തെ കണ്ട പോലെ നിന്നു. ഇന്ന് പണം തരാം, എന്നിട്ട് ഫോൺ പണം തരാം. ഫോൺ എടുത്തോണ്ട് ഈ അഡ്രസ്സിൽ വരാൻ നിങ്ങളല്ലേ എന്നോട് പറഞ്ഞതെന്നല്ലേ? നീ അന്വേഷിക്കുന്ന ആളകത്തുണ്ട്. അകത്തോ? വേദനിക്കുന്നുണ്ടോ മോളെ? ഇതിനെല്ലാം കാരണം നിങ്ങളൊന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. ഒരു മുട്ടയ്ക്കകത്ത് രണ്ടുണ്ണി. ദേ അമ്മയെ മുട്ടേന്ന് വിളിക്കുന്നത്. സോറി, പാവാ നിങ്ങളെ ഞാൻ അടിച്ചില്ലേ? അത് സാരമില്ല, പകരം ചേട്ടന് സ്വർണ്ണം കിട്ടിയില്ലേ? അടിച്ചവനെ വിശ്വസിക്കെങ്കിലും ചെയ്യാം. ഇവൻ വെറുതെയാ. എന്താ ഇത്? എന്റെ മോൻ ചെയ്ത തെറ്റിന് നീ എന്തിനാ മോളെ നഷ്ടം സഹിക്കുന്നത്? നാളെ വന്നാൽ നിനക്ക് പൈസ തരാം. ശരി ആന്റി. എന്റെ ഫോണായിരിക്കും. അതെ, രാത്രി മുഴുവൻ അടിക്കുന്നുണ്ടായിരുന്നു. രാവിലെ വേണമെന്ന് പറഞ്ഞ ഒരാൾ 5 തവണ വിളിച്ചു. അയ്യോ എന്റെ HOD അനാവശ്യമൊന്നും പറഞ്ഞില്ലല്ലോ. ചേച്ചേ, നിനക്കൊരു മര്യാദയില്ലേ? ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കാതെ ഫോൺ വെക്കടാന്ന് സോഫ്റ്റ് ആയിട്ട് പറഞ്ഞു. ഇതാ, മറ്റുള്ളവരെ ഒരു മുതലും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. ഇതാ നിങ്ങളുടെ സിം കാർഡ്. വേറെ ഫോണിലിട്ട് സംസാരിച്ചോ. ഇത്രയും പരിചയ സ്ഥിതിക്ക് വിശ്വാസമല്ലേ പ്രധാനം? ഒന്നുകൂടെ കിട്ടേണ്ടത്. നാളെ പണം കൊണ്ട് തന്നിട്ട് മറക്കാതെ ഫോൺ വാങ്ങിച്ചോളൂ കേട്ടോ. വരട്ടെ ആന്റി, വരട്ടെ. ടാറ്റാ, ബൈ. മഞ്ഞ 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 ബൾബുകൾ. ഭയങ്കര സാധനമാണല്ലോടാ ഇത്. നല്ല ടാലന്റ് ഉള്ള കുട്ടിയല്ലേ? ചെറുപ്പം മുതലേ സ്വന്തം കഠിനാധ്വാനം കൊണ്ടും ഇച്ഛാശക്തി കൊണ്ടും വളർന്നു വന്ന് ഇന്ന് വനിതാ വിഭാഗത്തിന്റെ നേതാവെന്ന പദവി അലങ്കരിക്കുന്ന രുദ്ര അവറുകളെ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ജനങ്ങളുടെ മനസ്സിൽ പിതൃതുല്യ സ്ഥാനം വഹിക്കുന്ന എന്റെ നേതാവെ, ഞങ്ങളുടെ എല്ലാം സാരഥിയായിരിക്കുന്ന ജില്ലാ പ്രസിഡന്റ്, സാംസ്കാരിക വകുപ്പ് മന്ത്രി, അറിവിന്റെ നിറകുടമേ, സ്ത്രീകളുടെ സംരക്ഷകനെ, ഈ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയിരിക്കുന്ന ആൺസിംഹങ്ങളെ, ധീര വനിതാ നേതാക്കളെ, എല്ലാവർക്കും തീപ്പൊരി രുദ്രയുടെ വിനീതമായ നമസ്കാരം. നിങ്ങളവളുടെ വാക്സാമർത്ഥ്യം കണ്ടില്ലേ? ഇത്രയും കാലമായിട്ടും രാഷ്ട്രീയം എന്നത് തോന്നില്ലല്ലോ. നടക്കൂടോ? പോലെ ആയിരിക്കുകയാണ്. കുറച്ച് കൂടുതൽ അധ്വാനിക്കേണ്ടി വരും. ഏത് കട്ടിയാ ഉഴുതു മറിക്കണം. നമ്മുടേത്. ഇന്നലെ ഇതേ സ്ഥലത്ത് വെച്ച് നടന്ന ഒരു പ്രതിപക്ഷ യോഗത്തിൽ അതിന്റെ യൂത്ത് നേതാവായ കൊടി നമ്മുടെ സർക്കാരിനെ പറ്റിയും എന്നെ പറ്റിയും മോശമായിട്ടാണ് സംസാരിച്ചത്. ആരാണ് ഈ കൊടി? ഒരു പീറ ചെറുക്കൻ, അല്ലാതെ മറ്റെന്ത്? ആദ്യം രാഷ്ട്രീയം പഠിക്ക്, പിന്നീട് വേണം മൈക്കിൽ സംസാരിക്കാൻ. ഇനിയും ഇതുപോലെ മുന്നോട്ട് പോകാനാണ് ശ്രമമെങ്കിൽ നിന്റെ കൊടി കീറുക തന്നെ ചെയ്യും. അതിലൊരു സംശയവും വേണ്ടടാ. എന്താടിത്? നീയൊരു യോഗത്തിൽ എന്നെ വായാടി അഹങ്കാരി എന്നൊക്കെ വിളിച്ച് പ്രസംഗിച്ചില്ലേ? അതുകൊണ്ട് നീ എന്നെ ഇടാന്ന് വിളിക്കോ? ഇതുപോലുള്ള യോഗങ്ങളിൽ പ്രസംഗിക്കാൻ ചെറുപ്പത്തൊട്ട് എത്ര കഷ്ടപ്പെട്ട് ആരെയൊക്കെ അതിജീവിച്ച് വന്നതാണെന്ന് അറിയാലോ. നിന്നോട് ആരാടി കഷ്ടപ്പെടാൻ പറഞ്ഞേ? എന്നെ കല്യാണവും കഴിച്ച് എനിക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി തന്ന് എൻ്റെ തുണികളെല്ലാം കഴുകി തേച്ച് തന്ന് പിന്നെ നമുക്ക് ജോലിയായിട്ട് ഒരുമിച്ച് അതിനുശേഷം അമ്മയമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കി. അതിനൊക്കെ വേറെ ആളെ നോക്കണം. എൻ്റെ മനസ്സിൽ വലിയ ഡ്രീംസാ ഉള്ളത്. ഞാൻ എൻ്റെ ഡ്രീം പോയിന്റിലേക്ക് തീർച്ചയായും എത്തിച്ചേരും. അത് കൊള്ളാലോടി. അല്ല, ആ ഡ്രീമില് ഞാനും ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. ആഹാ, ഒരു സൈഡില്ല. എനിക്ക് എൻ്റെ ഡ്രീം മൊത്തത്തിൽ നീയാടി. ഇന്നലെ രാത്രി കണ്ട ഡ്രീമില് നീ എങ്ങനെ ഉണ്ടായിരുന്നറിയോ? എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇതിപ്പം ഞാൻ എങ്ങനെ പറയും? അതിനെ വിട്ടേക്കടി, അത് കയ്യിലെങ്ങാനും കൊത്തോ? നിന്നോട് പറഞ്ഞ നിന്നോട് ഞാൻ വിടാൻ പറഞ്ഞാൽ ഇപ്പൊ എന്തായി? അത് സാരില്ല, പോട്ടെ. ഇന്ത്യയിലുള്ള 70% പാമ്പുകളും വിഷമില്ലാത്ത ജാതിയാ. നമ്മളാണ് ഭയപ്പെട്ട് രുദ്രേ 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 രുദ്ര അറിയുന്ന പെണ്ണ എന്തോ അറിയാതെ ചെയ്തു പോയതാ. നമ്മൾ പരിചയമുള്ളതല്ലേ. നിങ്ങൾ എങ്ങനെയെങ്കിലും ആ കോൺട്രാക്ട് വാങ്ങിച്ച് ഈ കുട്ടിക്ക് കൊടുത്താൽ വളരെ ഉപകാരമായിരുന്നു. എന്തു പറ്റി? നിന്റെ കോഴിയൊക്കെ കൂടെ പറന്നു പോയാ? മുത്തശ്ശി എന്താ ഉണ്ടായേ? ക്യാൻറ്റീൻ കോൺട്രാക്ട് അഡ്വാൻസാ. മോള് ദിവസ പലിശക്കാരുടെ കയ്യിൽ നിന്ന്
1,00,000 രൂപ കടം വാങ്ങിയിരുന്നു. പലിശയും കൂട്ടുപലിശയും ഒക്കെ ആയിട്ട് മുതലിനേക്കാളിലും അധികമായി. എല്ലാം കൂടി ചേർത്ത് 2 ലക്ഷം തരണമെന്ന് പറഞ്ഞ് കോഴിയും കൂടും വണ്ടിയും ഒക്കെ എടുത്തോണ്ട് പോയി. ഒത്തിരി അനാവശ്യവും പറഞ്ഞിട്ടാ പോയത്. പണം ഞാൻ എവിടെന്നെങ്കിലും അറേഞ്ച് ചെയ്യാം. നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ മതി. താടിയും പഠിച്ച് ഞാൻ അഭിനയിക്കണമെന്നോ ഒന്ന് പടാ. എനിക്ക് പാർട്ടി ഓഫീസിൽ 100 കൂട്ടം പണിയുള്ളത്. അതിൻ്റെ ഇടയിൽ അവൻ്റെ ഒരു അഭിനയം. പ്ലീസ് ഏട്ടാ, ആ പെണ്ണൊരു പാവ. പണമൊക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുത്തു. എനിക്ക് വേണ്ടി ഇതൊന്നും ചെയ്യുന്നേ. എന്താടാ അടിച്ച പെണ്ണിന് വേണ്ടി വക്കാലത്ത് കൊണ്ടുവന്നിരിക്കുന്നു. അവസാനം ലവ് ആണെന്നൊന്നും പറഞ്ഞേക്കരുത്. നിന്നെ സഹായിക്കാമെന്ന അവസാനം എൻ്റെ ലവ് നഷ്ടമാവും. രുദ്രയ്ക്ക് ഇഷ്ടപ്പെട്ടത് എൻ്റെ താടിയാടാ. നീ പോയി വേറെ വല്ല വഴി നോക്ക്. ചെല്ല് ചേട്ടാ. അല്ല ഐസ് ക്യൂബ് ഒന്നുമില്ലേ? വാ മോളെ രുദ്രേ, വാ വാ വാ. ഇതാ നമ്മുടെ പൊതുമരാമത്ത്. ഏത് രുദ്ര? നമുക്കതൊക്കെ നേരത്തെ പരിചയമുള്ളതല്ലേ, ഒരുപാട് കണ്ടിട്ടുണ്ട്. ചെറുപ്പത്തിലെ വെളുത്ത് നല്ല ചേലായിരുന്നു. ഇപ്പോഴും അതിനൊന്നും ഒരു കുറവുമില്ലല്ലോ. ചുമ്മാ ഇരടോ, ഇവള് വളർന്നോണ്ടിരിക്കുന്നല്ലേ ഉള്ളൂ. പൊതുവരാമത്തും നഗരവികസനവും ഗതാഗതവും എല്ലാം ഉണ്ടല്ലോ ഇവിടെ. ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വിളിച്ചതാ. ഓ അത് ശരി. മോളെ അകത്ത് പോയി കുറച്ച് ഐസ് ക്യൂബ് എടുത്തോണ്ട് വാ. നീ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. നീ നേരെ പോയിട്ട് സ്റ്റെപ്പ് കയറി ലെഫ്റ്റിലോട്ട് പോകുമ്പോ ഒരു ബ്രിഡ്ജ് വരും. അതിൽ കയറി ഇറങ്ങി നേരെ വീട്ടിലേക്ക് വരും. ചുമ്മാ കളിയാക്കാതെ മോള് പോയി എടുത്തോണ്ട് വാ. പെണ്ണുങ്ങളോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? നിനക്ക് ആ പെണ്ണിന്റെ മേളിൽ വല്ല കണ്ണുണ്ടെങ്കിൽ കാശെടുത്ത് വീശടാ, അല്ലാതെ ചുമ്മാ രാഷ്ട്രീയവും സ്ഥാനമൊക്കെ കൊടുത്തു. ഈ രാഷ്ട്രീയത്തിലെ കാശ് കൊണ്ട് മാത്രം കാര്യങ്ങളൊക്കെ നടക്കും. അവളുടെ അമ്മ കാശിന് വേണ്ടി എന്തും ചെയ്യുന്നോളാ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും അറിയാമെങ്കിൽ നീ 10ാം ക്ലാസ് ഫെയിൽ ആവുമായിരുന്നു. ഞാൻ 10 തോറ്റൊന്നുമല്ല. ഈ അരവിന്ദനെ എം എ. പിന്നെ കോപ്പാണ്. എടാ യൂണിവേഴ്സിറ്റിയിൽ വേറെ ഒരുത്തനെ കൊണ്ട് പരീക്ഷ എഴുതിച്ചല്ലേ നിനക്കൊക്കെ സർട്ടിഫിക്കറ്റ് കിട്ടിയത്. അതൊക്കെ പറഞ്ഞോ, ആരെങ്കിലും കേട്ട് കേസ് കൊടുത്തിട്ടല്ലോ. പിന്നെ അത് മതി. എല്ലാം റെഡിയാക്കി മാഡം. നാളെ തന്നെ കേസ് ഫയൽ ചെയ്യാൻ പറ്റും. സാംസ്കാരിക വകുപ്പ് മന്ത്രി അരവിന്ദിനെതിരെ ആൾമാറാട്ട കുറ്റത്തിന് പോലീസ് കേസെടുത്തു. എനിക്ക് 9 മണിക്ക് കോളേജിൽ പോകാനുള്ളത്. എൻ്റെ ഡ്രസ്സ് ഒന്നും അയൺ ചെയ്യാൻ പാടില്ലായിരുന്നോ? അവനാണോ ഇത്ര അത്യാവശ്യം? സമ്പാദിക്കുന്നത് ഞാനും ചെലവ് ചെയ്യുന്നത് അവനും. അല്ല അമ്മ, എനിക്കിവിടെ സഹായത്തിന് ആരുമില്ല. ഞാൻ കോളേജിൽ പോയി കിടന്ന് തൊണ്ട പൊട്ടിയാണ് ജീവിക്കുന്നത്. ഇവിടെ ഒരുത്തൻ ഒരു കാര്യമില്ലാതെ കറങ്ങി അടിച്ച്. എന്താടാ? ഒന്നുമില്ലേട്ടാ. കറക്റ്റാടാ. ഇനി ആ കൂടെ എടുത്തു കൊടുത്തേക്ക്. അല്ല, ഞങ്ങൾ നേരിട്ടൊന്ന് പണം തന്നതല്ലേ. അപ്പം നിങ്ങൾ അവിടെ നിന്ന് എടുത്തുകൊണ്ടുവന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ തിരിച്ചുകൊണ്ട് വെക്കണ്ടേ? കൊണ്ടുപോയി ഇറക്കി കൊടുത്തേക്കടാ. അല്ല മിസ്റ്റർ, ഒരു മിനിറ്റ്. ഇവരുടെ വീട്ടിലെ ഒരുപാട് സാധനങ്ങളൊക്കെ നിങ്ങൾ നശിപ്പിച്ചതല്ലേ? കുറച്ച് പണവും കൂടെ കൊടുത്ത് ഇവരെ സഹായിച്ചൂടെ? ഒരു 5000 രൂപയുടെ കൊടുത്തേക്കടാ. മാത്രമല്ല നാട്ടുകാരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തുകയും ചെയ്തില്ലേ? അതുപോലെ എല്ലാവരുടെ മുന്നിൽ വെച്ചൊന്ന് എന്തൊക്കെയാ ഇത്? ഡാ, എന്താടാ വഴക്കുണ്ടാക്കാൻ വന്നാണോ നീ? എന്തിനാ ആവശ്യമില്ലാതെ അടിക്കോ അവന്മാര്? പോവാ. അവള് വിളിക്കുന്ന കേട്ടില്ലടാ, പോടാ. അല്ല, ഈ പ്രശ്നം നമുക്ക് തീർക്കണ്ടേ? പ്രശ്നം അങ്ങ് തീർത്തു കൊടുത്തേക്ക്. എടാ മഹാഭാവി, നിന്റെ വാക്കിടയിലടാ ഞാൻ താടിയെടുത്ത്. ഇപ്പൊ കണ്ണാടി നോക്കാൻ തന്നെ നാണക്കേടാ. സാറില്ലടാ, അവൾക്ക് എന്റെ മുഖം ഇഷ്ടപ്പെട്ടാൽ മതി. ആ ഓട്ടോയിൽ കയറുന്ന ശരിക്കും കണ്ടോ? എന്തായാലും പറയുന്നൊക്കെ അനുസരിക്കുന്നുണ്ട്. കണ്ണാടി എവിടെ? അത് താഴെ വീണ് ഞാൻ ഇപ്പൊ എടുത്തോ. എന്നെ പറ്റിക്കാൻ നോക്കുന്നു. എന്താടാ ചേട്ടാ? എന്താ? എന്റെ അടുത്ത് അഭിനയിക്കുവാണോ? ഞാനൊന്ന് സടകുടഞ്ഞോണ്ടല്ലോ. അയ്യോ, ഒന്ന്, രണ്ട്, മൂന്ന്, നാല്.
വിൽ ഫിനിഷ് ഇൻ കം. ഓ നോ പ്രോബ്ലം, ടേക്ക് ടൈം. നീ അടിക്കുന്നവനാണോ അഭിനയിക്കുന്നവനാണോ? താൻ തന്നെ കണ്ടുപിടിക്കുക, കാണട്ടെ. ഒരു ക്ലൂതാ. അയ്യോ നീ അടിക്കുന്നവനാണേ. മന്ത്രി അരവിന്ദന്റെ മേൽ ചുമത്തപ്പെട്ട ആൾമാറാട്ട കേസുമായി ബന്ധപ്പെട്ട് 3 മാസങ്ങൾക്ക് ശേഷം ഇന്ന് വിധി പ്രഖ്യാപിക്കുകയാണ്. നമസ്കാരം സാർ. ഡു യു വാണ്ട് ടു സേ എനിത്തിങ് അബൌട്ട് ദിസ് കേസ്? സാറേ എനിക്ക് കുഴപ്പമൊന്നുമില്ല, സാറിന് സുഖല്ലേ? ആൾമാറാട്ടം നടത്തിയാണ് MA പാസ്സായതെന്ന് ഇതിൽ കൂടുതൽ തെളിവിന്റെ ആവശ്യമുണ്ടോ? സാറേ അറിയാതെ പറ്റിയതാ, പ്രായം മാനിച്ചു എന്തെങ്കിലും കണ്ണ കാണിച്ചു. എന്താ വാർദ്ധക്യകാല പെൻഷൻ അപേക്ഷിച്ചിട്ടുണ്ടോ കരുണ കാണിക്കാനായിട്ട്? നിങ്ങൾ ചെയ്ത ഫോർജറിക്ക് 3 വർഷം കഠിന ശിക്ഷയാ. MLA ആയിട്ട് തുടരാനും പറ്റില്ല. സാറേ എന്നോടാണോ? യെസ്. താങ്ക് യു. വൈകുന്നേരം ആവുമ്പോൾ ബെയിലെടുക്കണം. നിങ്ങളുടെ രാഷ്ട്രീയ ജീവിതം ഇനി എന്താകും സാർ? എന്താ സാർ മറുപടി പറയാത്തത്? ധൈര്യമില്ലേ? അത് ആണത്വമില്ലേ? കാണോടാ, കാണണോ? മാന്യത വിട്ടു പെരുമാറിയ മന്ത്രി അരവിന്ദനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് നീക്കിയതായി പാർട്ടി സെക്രട്ടറി അറിയിച്ചു. ഉടൻ തന്നെ ഈ മണ്ഡലത്തിൽ ഇടക്കാല തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. നോക്കി നിൽക്കട്ടെ, അങ്ങോട്ട് ചെല്ലാം. മീറ്റിംഗ് നടക്കുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഞാനിതിനു മുമ്പ് കണ്ടിട്ടില്ല. വോട്ട് കൂടി നമ്മുടെ ആളാ, വിട്ടേക്ക്. നിങ്ങൾ ഇവിടുന്നേ നേതാവ് വരുന്ന കണ്ടില്ലേ? നിങ്ങൾ അങ്ങോട്ട് നോക്ക്. എന്താടാ ഓടി എന്തോ ഇവിടെ വാ. CM വരുമ്പോൾ റോഡിൽ ആരെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ആ റോഡ് വേഗം ക്ലിയർ ആക്ക്. എന്താണോ പ്രശ്നം? അത് വേറൊന്നുമല്ല CM. നമ്മുടെ പാർട്ടിപ്പെട്ട ഒരു പെണ്ണ് തന്നെയാണ്. അവള് ടവറിന്റെ മുകളിൽ കയറി സമരം ചെയ്യുക. നമുക്ക് വേറെ റൂട്ട് പിടിച്ചാലോ CM? എന്താണോ ഇത്? നമ്മുടെ പാർട്ടി അംഗത്തിൽപ്പെട്ട ഒരാള് ടവറിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് സമരം ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ വേറെ റൂട്ടിലെങ്ങനെ പോയി അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ? മധു, ഈ വഴിക്ക് തന്നെ പോ. ആട്ടെ, ആരാ പെണ്ണ്? ഇങ്ങോട്ട് വാ. എന്താ പെണ്ണിന്റെ പേര്? രുദ്ര. രുദ്രേ, നിന്റെ ആവശ്യം എന്തായാലും നമുക്ക് സംസാരിച്ച് തീർക്കാം. താഴെ ഇറങ്ങി വാ മോളെ. നിങ്ങളുടെയൊക്കെ നേതാവായി പറയുന്നത് എന്നോട് അല്പമെങ്കിലും ബഹുമാനം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേട്ട് താഴോട്ട് ഇറങ്ങി വാ. നമസ്കാരം നേതാവേ. എന്താ മോളെ ഇത്? പാർട്ടിയുടെ ഒരു പോസ്റ്റിലിരിക്കുന്ന ആളല്ലേ, നീ ഇങ്ങനെ ചെയ്ത എന്താ പറയാ? മുൻമന്ത്രി അരവിന്ദൻ കേസിലകപ്പെടാൻ കാരണം പ്രതിപക്ഷ നേതാവ് ചെയ്ത ചതിയാണ്. ആ കള്ളക്കേസിൽ നമ്മൾ ജയിക്കണം. സാംസ്കാരിക വകുപ്പ് മന്ത്രിയെ കുറ്റവിമുക്തനായിട്ട് തിരിച്ചു കൊണ്ടുവരണം നേതാവേ. മോളെ, അവനെ രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത് ഞാനാ. 10ാം ക്ലാസ്സിൽ 3 വർഷം തോറ്റവനാവൻ. നേതാവേ, അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് എനിക്കും അറിയാം. ഇലക്ഷൻ കഴിയുന്നതുവരെ എല്ലാ ചാനലുകാരും ഇനി അദ്ദേഹത്തെ പറ്റിയായിരിക്കും സംസാരിക്കുക. കേസ് കാരണം തോക്കുന്നു വെച്ച നിയോജക മണ്ഡലം ഈ ഒരു ശ്രമത്തിലൂടെ വിജയിപ്പിക്കാൻ ഞാൻ ശ്രമിക്കാം. കുമാരി രുദ്രയുടെ ആവശ്യം വളരെ ന്യായമായിട്ടുള്ളതാ. അരവിന്ദന്റെ മേലുള്ള ഈ ആരോപണം യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ അന്വേഷിച്ച് അദ്ദേഹം ഒരു നിരപരാധിയാണെന്ന് തെളിയിക്കുന്ന ഉറപ്പാ. ഒരു ചോദ്യം കൂടി. നന്ദി നേതാവേ. ഒരു കാര്യം ചോദിച്ചോട്ടെ, രുദ്രയെ പോലെ പാർട്ടിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് ഇത്തവണത്തെ ഇലക്ഷനിൽ സീറ്റ് കിട്ടുമെന്ന് വിശ്വസിക്കാൻ പറ്റുമോ നേതാവേ? പാർട്ടിയുടെ നേതാക്കളുമായിട്ടൊക്കെ സംസാരിച്ചൊരു തീരുമാനം ഉണ്ടാക്കി നിങ്ങളെ വിശദമായിട്ട് അറിയിച്ചോളാം. 25 വർഷമായിട്ട് ബൈ ഇലക്ഷനിൽ നമ്മുടെ പാർട്ടി ജയിച്ചിട്ടേ ഇല്ല. ആദ്യമായിട്ട് അതിനൊരു മാറ്റം വരുത്തുവാൻ ഭരണകക്ഷി അവസരം തന്നിരിക്കുക. അരവിന്ദന്റെ മുഖം TV-യിൽ കാണിച്ച് മാധ്യമപ്രവർത്തകരെല്ലാം കൂടി ചേർന്ന് പകുതി വോട്ട് നമുക്ക് നേടിത്തരും. ബാക്കിയുള്ള പകുതി വോട്ട് നേടാൻ കഴിവുള്ള നല്ലൊരാളെ നമ്മൾ സെലക്ട് ചെയ്യണം. ആരാണ് ആ കാൻഡിഡേറ്റ്? നേതാവേ, ഞങ്ങളുടെ എല്ലാവരുടെ ഏക അഭിപ്രായം നമ്മുടെ മുൻ മന്ത്രി മാധവൻകുട്ടി ചേട്ടനാ. നല്ല മന്ത്രി എന്നുള്ള പേരെടുത്തതാ. എല്ലാ പ്രാവശ്യം ജയിച്ചു വന്നതുവാ.
നല്ല വോട്ട് ബാങ്കുള്ള സമൂഹത്തിൽപ്പെട്ട ആളാ. ഇതിനപ്പുറം നമുക്ക് എന്താ വേണ്ടത്? അതെ, നേതാവിനോട് ക്ഷമിക്കണം. ഈ പറഞ്ഞ കാര്യം ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തിനാണ് വെറുതെ കുളം കലക്കുന്നത്? തലയിരിക്കുമ്പോ എന്തിനാണ് വാലാടുന്നത്? നിങ്ങൾക്ക് വേണ്ടി ഗണപതി അമ്പലത്തിൽ പാദപ്രദക്ഷിണം ചെയ്ത് പ്രസാദം കൊണ്ടുവന്നിരിക്കുക. എടുത്തോളൂ നേതാവേ. എന്ത് നേതാവോ? അദ്ദേഹം അകത്തിരിക്കല്ലേ? എനിക്ക് നിങ്ങളല്ലേ നേതാവ്? എന്താ മോളേത്? ടവറിന്റെ മോളിൽ കയറുന്നു, പാദപ്രദക്ഷിണം നടത്തുന്നു, എന്നെ നേതാവെന്ന് വരെ വിളിക്കുന്നു. ഏട്ടാ, ആ പീതാംബരം ഏട്ടൻ പണി തന്നോണ്ടിരിക്കുക. നീ എന്ന് പറ, അവനെ എടുത്തോളാം. ശരി. അത് കണ്ടോ, പാർട്ടിയിലെ സ്ഥാനം ഇല്ലെങ്കിലേ കാലി കിടക്കുന്ന ചെരുപ്പിന് തുല്യായി മാറും. അതും ശരിയാ. നേതാവിനോട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്റെ ആളെ കാൻഡിഡേറ്റ് ആക്കണമെന്ന്. നിങ്ങൾ പറഞ്ഞ CM കേക്കുവോ? കേക്കൊന്നു കേട്ടല്ലേ പറ്റുള്ളൂ. അങ്ങയുടെ പാദസത്തിന്റെ ബിനാമി എന്റെ അച്ഛനാ. അപ്പൊ നിങ്ങൾക്ക് ബിനാമിയായിട്ടൊരു കാൻഡിഡേറ്റ് സംഘടിപ്പിക്കേ? അതെല്ലാം കണ്ടുപിടിച്ചു മോളെ. നമ്മുടെ കിണർ വെള്ളം പ്രദീപ് കുമാറാ കറക്റ്റ്. അവൻ കിണറ്റിൽ കല്ല് കിടക്കുന്ന പോലെ അങ്ങ് കിടന്നോളൂ. അതെ, ആ കിണർ വെള്ളം പ്രദീപ് കുമാറേ നിങ്ങളിപ്പോ പന്നീന്ന് വിളിച്ചിട്ടാ പോയത്. ഇപ്പൊ അവന്റെ കാര്യം നമ്മൾ പറഞ്ഞോളൂ. ആ വൃത്തിയേടൻ എന്താ ചെയ്തെന്ന് നോക്ക്. നമ്മുടെ ആ ഷൺമുഖനകത്തുണ്ടാ. ഇപ്പഴാ നിങ്ങളെ കൈക്കൂലി എന്ന് പറഞ്ഞ കളിയാക്കിയേ. നമ്മുടെ കൂടെ ഉള്ളവന്മാരൊക്കെ ഇങ്ങനെ കാല് വാരി നമ്മൾ എന്താ ചെയ്യാ? ആവേശം കാണിക്കാതെ സംയമനത്തിൽ കണ്ണടച്ച് ആലോചിക്കുക. ആ ഗണപതി ഭഗവാൻ നിങ്ങൾക്ക് യോജിച്ച ആളെ കാണിച്ചു തരും. എന്തിനാ മോളെ കണ്ണടച്ചാലോചിക്കുന്നത്? കണ്ണിന്റെ മുമ്പിൽ നീ നിൽക്കല്ലേ? ഞാൻ വരുന്നു. അവനൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത്, അരവിന്ദൻ 10ാം ക്ലാസ് പാസ്സായതും സാംസ്കാരിക വകുപ്പ് മന്ത്രിയായതും തെറ്റൊന്നുമില്ല. MA പരീക്ഷയിൽ ആൾമാറാട്ടം നടത്തിയില്ലേ, അതാണ് അയാളുടെ തെറ്റ്. പഠിക്കാത്തവൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാവാൻ പാടില്ലെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. നമ്മളിവിടെ സോഫ്റ്റ്വെയർ കമ്പനിയിൽ ആളെടുക്കില്ലല്ലോ, പഠിച്ചവരെ മാത്രം നോക്കിയെടുക്കാനായിട്ട്. ഒരു മീറ്റിംഗ് പഠിപ്പിനെക്കാളും വേണ്ടത് ഏറ്റവും വലിയ മനസ്സാണെന്ന് ഒരുപാട് നേതാക്കൾ ഇവിടെ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ളത്. എനിക്കത്ര വിദ്യാഭ്യാസമൊന്നുമില്ല. ജനങ്ങൾ നിങ്ങളെ വിജയിപ്പിച്ചില്ലേ നേതാവേ? 2 വർഷം മുമ്പ് വയനാട് റോഡിൽ അപകടം ഉണ്ടായപ്പോൾ ആംബുലൻസിന് വേണ്ടി കാത്തു നിൽക്കാതെ ട്രാക്ടറിൽ 10-20 പേരെ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രക്ഷിച്ച ആളാണ് ധനപാലേട്ടൻ. എഴുതാനും വായിക്കാനും അറിയില്ലെങ്കിലും പാവങ്ങളെ രക്ഷിക്കാനുള്ള ഒരു മനസ്സുണ്ട് അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കണമെന്ന് എൻ്റെ അഭിപ്രായം. നമസ്കാരം നേതാവേ. പാർട്ടിയിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും, പക്ഷെ ഇതുപോലുള്ള ആൾക്കാർ കാരണം പാർട്ടി ഇന്ന് നിലനിൽക്കുന്നത്. ഞാൻ പറയുന്നതൊക്കെ മാധവേട്ടന് മനസ്സിലാവുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലേ മാധവേട്ടൻ? അത് ശരിയാ മോനെ. ശരി നേതാവേ, ധനപാലം നിൽക്കട്ടെ. അതെ നേതാവേ. ഞാൻ വരാന്ന് പറഞ്ഞല്ലേ, പിന്നെ എന്തിനാ എപ്പോഴും ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത്? അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ പ്രധാനപ്പെട്ട ഏതെങ്കിലും മീറ്റിംഗിലാണെന്ന് വിചാരിച്ചു കൊടുക്കുന്നത്. 13 പ്രാവശ്യം വിളിക്കുമ്പോൾ അത്യാവശ്യ കാര്യമാണെന്ന് നീ വേണ്ടേ മനസ്സിലാക്കാൻ? ഇങ്ങനെ പിണങ്ങല്ലേ നീ? MLA സ്ഥാനാർത്ഥിയെ തീരുമാനിക്കായിരുന്നു, ഞാനല്ലേ ആളെ സെലക്ട് ചെയ്യുന്നത്. ആരെ നിർത്തിയാൽ എങ്ങനെ ജയിക്കും എന്നുള്ള കൃത്യമായ വിശദീകരണം കേട്ട് നേതാവ് ഞെട്ടിപ്പോയി. ശരി, നീ എന്തിനാ വിളിച്ചത് അത് പറ. നിന്നെപ്പോലെ വലിയ കാര്യത്തിനൊന്നുമല്ല, ഇപ്രാവശ്യത്തെ ഇലക്ഷനിലെ പാർട്ടി സ്ഥാനാർത്ഥി ഞാനായിരിക്കും. എന്താണ് നീ പറയുന്നത്? സത്യമാണോ? അത് മാത്രമല്ല, ഇലക്ഷൻ കഴിയുന്നതുവരെ ഞാനായിരിക്കും ജില്ലാ പ്രസിഡന്റ്. സത്യമായിട്ട്? എങ്ങനെ ജില്ലാ പോസ്റ്റ് നിനക്ക്? എന്താ അതിനെനിക്ക് യോഗ്യത ഇല്ലാന്ന് പറയാണോ? അല്ല, നിന്റെ പാർട്ടിയിൽ നിറയെ സീനിയേഴ്സ് ഉള്ളതല്ലേ? അതൊക്കെ നിന്റെ പാർട്ടിയിലാ. എന്റെ പാർട്ടിയിൽ കഴിവിനെ മതിപ്പ്. നിന്നെ അവര് മുതലെടുത്തോണ്ടിരിക്കുക. എന്റെ പാർട്ടിയിലേക്ക് വരാൻ എത്ര പ്രാവശ്യം വിളിച്ചതാ, കേക്കില്ല. നോക്ക്, എന്റെ പാർട്ടിയിൽ ആർക്ക് എന്ത് സ്ഥാനം കൊടുക്കണമെന്ന് എന്റെ നേതാവ് തീരുമാനിക്കും. നിങ്ങളുടെ മന്ത്രി കേസിലാവപ്പെട്ട് ആകെ നാണം കെട്ടതുകൊണ്ട് ആ ദേഷ്യത്തിന് നിന്റെ നേതാവ് നിന്നെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയത്. എങ്ങനെയായാലും സാധിച്ചില്ലേ, അതിൽ നിനക്ക് സന്തോഷം തോന്നില്ലേ? അയ്യോ, അത് എനിക്ക് ഭയങ്കര സന്തോഷം തന്നെ. നീங்க വന്ന് ഇങ്ങോട്ട് വാ. MLA സ്ഥാനാർത്ഥി ആയതല്ലേ, ഇപ്പൊ ജില്ലാ പ്രസിഡന്റുമാണ്. എന്നെക്കാളും വലിയ പോസ്റ്റിലാണ് നീ ഇപ്പൊ ഇരിക്കുന്നത്. ഇടയ്ക്ക് എന്നെയും കൂടെ ഒന്ന് ഗവനിച്ചാ. നിന്നെ ഗവനിച്ചതൊക്കെ മതി. എലക്ഷൻ കഴിഞ്ഞ ഉടനെ കല്യാണം കഴിഞ്ഞിട്ട് എന്ത് വേണേലും ചോദിച്ചോ. അയ്യേ, അത് ഭയങ്കര ബോറായിരിക്കും. നമുക്ക് എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നതല്ലേ നല്ലത്. നമ്മുടെ രുദ്ര നോക്കേ. ഈ സ്റ്റുഡൻസിന് രാഷ്ട്രീയത്തിലുള്ള അറിവ് എപ്പോഴും നല്ലത് തന്നെയാണ്, പക്ഷേ അത് ഈ ക്ലാസ് അവേഴ്സിൽ വേണ്ട. ക്ലാസ്സിൽ ശ്രദ്ധിക്കും. ഞാൻ ചോദിച്ച പൈസ എനിക്ക് വളരെ അത്യാവശ്യം. ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുവരുമോ? ഈ കുട്ടിക്ക് വേണ്ടി ഞാൻ പൈസ ചോദിച്ചേ. ഇവളുടെ പേര് രേവതി എന്നാ. നന്നായിട്ട് പടം വരയ്ക്കും, നല്ല ബുദ്ധിയുള്ള കുട്ടിയാ. എന്നാ ഇനി എത്ര കാലം ജീവിക്കുമെന്ന് എനിക്കറിയില്ല. എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്നത് ചോദിച്ചില്ലേ? ഇവിടെയുള്ള എന്റെ നാട്ടുകാർക്ക് വേണ്ടിയാ. മാലതി, എന്തായി മോളെ? ഡോക്ടറെ അടുത്ത് പണം കൊടുത്തിട്ടുണ്ട് അമ്മാവ. രേവതിക്ക് ഇന്ന് ഡയാലിസിസ് ചെയ്യും. ഇതെന്റെ ചേച്ചിയാ.
ഇത് ചേച്ചിയുടെ ഭർത്താവ്. നമസ്കാരം മോനെ. ഒരു നാട് മുഴുവൻ രോഗികളോ? ഇതെങ്ങനെയാ സംഭവിച്ചത്? വിധിയോ ദൈവദോഷമോ ഒന്നുമല്ല. ആനമലയിലുള്ള ആ മെർക്കുറി ഫാക്ടറി ഇതിന് കാരണം. ആ ഫാക്ടറി പണ്ടങ്ങും അടച്ചുപൂട്ടിയതല്ലേ? ഗേറ്റ് മാത്രമേ അടച്ചിട്ടുള്ളൂ. അവിടെയുള്ള മെർക്കുറി അവശിഷ്ടങ്ങളെല്ലാം അവിടെ തന്നെ ഉള്ളത്. കാഴ്ചയിൽ പളപളാന്ന് മിന്നിത്തിളങ്ങുന്ന മെർക്കുറിയാണ് ലോകത്തിലെ രണ്ടാമത്തെ കൊടും വിഷമെന്ന് പറയപ്പെടുന്നത്. മണ്ണിലൂറി കുറച്ചു കാലങ്ങൾക്ക് ശേഷം സാധാരണ മെർക്കുറി മീഥൈൽ മെർക്കുറിയായി മാറി അതികഠിനമായ വിഷമായി മാറും. മണ്ണും മണ്ണിൽ വിളയുന്ന വിളകളും ജലവും ജലത്തിൽ വസിക്കുന്ന മീനുകളും ഇതെല്ലാം കഴിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരെയും കുറേശ്ശെയായി കൊന്നുകൊണ്ടിരിക്കുകയാണ് മോനെ. ഫാക്ടറിക്ക് ചുറ്റും 25 കിലോമീറ്ററിൽ വിഷം വ്യാപിച്ചിട്ടുണ്ട്. ഇത്രയും വലിയൊരു കാര്യം എന്താ നിങ്ങൾ ഇതുവരെ സർക്കാരിനെ ശ്രദ്ധയിൽപ്പെടുത്താത്ത? ശ്രദ്ധയിൽപ്പെടുത്താതിരിക്കുമോ മോനെ? ഇവിടെ ഭരിക്കുന്ന ഏത് ഗവൺമെന്റ് ആയാലും ശരി, ഒന്നുകിൽ പണക്കാരായിരിക്കണം, എന്നാ പ്രശ്നം അതോടെ തീർക്കും. അല്ലെങ്കിൽ വോട്ട് ബാങ്കുള്ള സമുദായക്കാരുള്ള ഇടമായിരിക്കണം, എന്നാലും പ്രശ്നം തീരും. ഞങ്ങളൊക്കെ മൈനോറിറ്റി വിഭാഗത്തിൽപ്പെടുന്ന വിരലെണ്ണാവുന്ന ആദിവാസികളാ. ഞങ്ങളെ ആരും സഹായിക്കാനാ മോനെ? എന്നാലും ഇത് അന്യായമല്ലേ? പ്രതിപക്ഷത്തോട് ചേർന്ന് സമരം ചെയ്യാലോ. നല്ല ചോദ്യം. ഇതിന് കാരണം തന്നെ പ്രതിപക്ഷത്തുള്ളവരാ. അവര് ഭരിക്കുന്ന സമയത്ത് മിനിസ്റ്റർ മാധവക്കുട്ടി 200 കോടി കൈക്കൂലി വാങ്ങി മെർക്കുറി ഫാക്ടറിയിലെ മാലിന്യം ശുദ്ധീകരിച്ചെന്ന് റിപ്പോർട്ടും കൊടുത്ത് ഫയലും ക്ലോസ് ചെയ്തു. ഇതാണ് പ്രശ്നമെന്ന് മനസ്സിലാക്കാൻ തന്നെ 5 വർഷം എടുത്തു മോനെ. മണ്ണ് പരിശോധന, ജലപരിശോധന എന്നൊക്കെ പറഞ്ഞ് പല ഓഫീസുകളും കയറി ഇറങ്ങി കാല് പിടിച്ചും സംസാരിച്ചും ഞാൻ സംഘടിപ്പിച്ച ഡോക്യുമെന്റ്സും ചില നല്ല ആൾക്കാർ തന്ന പ്രൂഫും ഇതെല്ലാം എന്റെ കയ്യിലുണ്ട് മോനെ. ഇതൊക്കെ ഞാൻ ആരുടെ കൊണ്ട് കൊടുക്കാനാ? കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഫാക്ടറി അടച്ചു മൂടണമെന്ന് പറഞ്ഞ ഒരാൾ ആത്മഹത്യ വരെ ചെയ്തതാ. ഇപ്പൊ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ആത്മഹത്യ ചെയ്താൽ പോലും ഇതിനൊരു അവസാനം ഉണ്ടാവും തോന്നുന്നില്ല മോനെ. ഡോക്ടർ, ഫാക്ടറി പൂട്ടിയെങ്കിലും അതിനകത്തുള്ള അവശിഷ്ടങ്ങൾ ഇനിയും മാറ്റിയിട്ടില്ല. പക്ഷേ മുൻമന്ത്രി മാധവൻകുട്ടി അതെല്ലാം മാറ്റിയെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ലെറ്റർ പാടി ഞങ്ങൾക്ക് എഴുതി ഒപ്പിട്ട് തന്നിട്ടുണ്ട്. വിവരാകാശ നിയമപ്രകാരം ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഫാക്ടറിയിൽ നിന്ന് കൊടുത്ത ഇൻഫർമേഷൻ പ്രകാരം മെർക്കുറി അവശിഷ്ടങ്ങൾ ഇനിയും മാറ്റിയിട്ടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൊടി, നിന്റെ ദേഷ്യം ഞാൻ മനസ്സിലാക്കുന്നു. വ്യക്തിജീവിതം വേറെ, രാഷ്ട്രീയ ജീവിതം വേറെ. ആ 200 കോടി മുഴുവനും ഇദ്ദേഹം സ്വന്തം പോക്കറ്റിൽ ഇട്ടതല്ലാതെ നീ മനസ്സിലാക്കുക. ഇത് വലിയ തെറ്റ് തന്നെയാ. ഇതേ നോക്ക്, ഈ ഇലക്ഷനിൽ നമ്മൾ ജയിക്കുമെന്നാണ് മീഡിയ എല്ലാം പറയുന്നത്. ജയിച്ചു വന്നാൽ ഉടനെ ആ വേസ്റ്റ് എല്ലാം അവിടുന്ന് മാറ്റാം, ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാം, അവിടുത്തെ മണ്ണ് ശുദ്ധീകരിക്കാം. ഇതെല്ലാം പാർട്ടി ഫണ്ടിൽ നിന്നാണ് ചെയ്യുന്നത്, മനസ്സിലായോ? അതുവരെ ഇക്കാര്യം ആരും അറിയരുത്. ആ പേപ്പറൊക്കെ തന്നിട്ട് പോകാൻ പറ. കൊടി, അത് തന്നിട്ട് പോകും. എന്നെ നിനക്ക് വിശ്വാസമില്ലേ? നിങ്ങൾക്ക് എന്നെ വിശ്വാസമുണ്ടല്ലോ നേതാവേ. ഇതെന്റെ കയ്യിൽ തന്നെ ഭദ്രമായിട്ടിരിക്കും. നേതാവേ, ഒരു മര്യാദ ഇല്ലാതെ സംസാരിച്ചത്. പുറത്തുനിന്ന് എന്തെങ്കിലും പറഞ്ഞാലോ? ഞാൻ പേരിട്ട പയ്യന, എന്റെ പേര് നശിപ്പിക്കില്ല. എത്ര കുഞ്ഞുങ്ങളെ ബാധിച്ചിരിക്കുന്ന ഒന്നും അറിയാത്ത ആ മക്കൾ എന്ത് തെറ്റാ ചെയ്ത്? നമുക്ക് പണം സമ്പാദിക്കാൻ വേണ്ടി അവരെ ബലിയാടാക്കേണ്ട കാര്യമുണ്ടായിരുന്നു. നേതാവിനോട് ഞാൻ ചൂടായിട്ട് സംസാരിച്ച. ഇത്രയും പ്രശ്നമാകുമായിരുന്നെങ്കിൽ ആ എവിഡൻസ് എനിക്ക് തന്നാൽ പോരായിരുന്നു. ഞങ്ങളുടെ പാർട്ടി ഇത് ഏറ്റെടുത്ത് ഇഷ്യൂ ആക്കി തീ കൊളുത്തി വിട്ടേനെ. ആഹാ, എന്നിട്ട് നിങ്ങളുടെ കുളിര് മാറ്റാനോ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ നോക്കിക്കോളാം. ആ, എന്ത് വേണേലും ചെയ്യും. ആനമല ഫാക്ടറിയിലെ മെർക്കുറി വേസ്റ്റുകൾ മുഴുവനും അവിടെ നിന്ന് നീക്കം ചെയ്തു എന്ന് ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച് മുതലാളിമാർക്ക് അനുകൂലമായി സംസാരിച്ച് മാധവൻകുട്ടി പണം വാങ്ങിയിട്ടാണ് ഇതൊക്കെ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ആ വേസ്റ്റുകൾ ഇന്ന് വരെ നീക്കം ചെയ്തിട്ടില്ല. ഇതിന്റെ തെളിവുകൾ ഞാൻ എത്രയും വേഗം വെളിച്ചത്ത് കൊണ്ടുവരും. ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി മരണം വരെ ഞാൻ പോരാടും. ഒന്നും പുറത്തു പറയില്ലെന്നല്ല പറഞ്ഞത്. ടിവിയിലും പത്രത്തിലും ചോർത്തി കൊടുത്ത് നേതാവിനെ പാർട്ടിനെ നാറ്റിച്ചിരിക്കുക, അതും പ്രതിപക്ഷത്തിന്റെ ആള് മുഖേന. പാർട്ടിക്കാരൻ പറ, എന്തിനാ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? ഇതാ നോക്ക്, നമ്മുടെ ലവ് മാത്രം പേഴ്സണൽ എന്ന് നീയല്ലേ പറയാറ്? പാർട്ടി യോഗങ്ങളിൽ എന്റെ കുറ്റം നീ പറയുന്നതും നിന്റെ കുറ്റം ഞാൻ പറയുന്നത് എപ്പോഴും നടക്കാറുള്ളതല്ലേ? ഇത് എനിക്കും എന്റെ നേതാവിനും ഇടയ്ക്കുള്ള പ്രശ്നമാണ്. ഇനി ഞാനെങ്ങനെ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കുന്ന? എന്തിനിങ്ങനെ വെറുതെ ഫീൽ ചെയ്യുന്നേ? ഒരു വിധത്തിൽ നിനക്കിത് പ്ലസ് തന്നെയാ.
ഇപ്പൊ ഞങ്ങളുടെ ഭാഗത്തുള്ള പ്രഷർ കൊണ്ട് നിങ്ങളുടെ നേതാവ് തന്നെ ആക്ഷൻ എടുക്കും. നമ്മൾ ജനങ്ങൾക്ക് നല്ലത് ചെയ്യാൻ വേണ്ടിയല്ലേ ഇങ്ങനെ പരിശ്രമിക്കുന്നത്. നീ ഇത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്ത കാര്യമല്ല, ഇലക്ഷന് ജയിക്കാൻ വേണ്ടി ചെയ്തതാ. അതെ, അതിലെന്താ തെറ്റ്? അതല്ലേ രാഷ്ട്രീയം. നിന്നെപ്പോലെ കിണറ്റിലിട്ട കല്ല് പോലെ നിശ്ചലമാവരുത്. മുകളിലേക്ക് വരാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. നാളെ നീ തന്നെ കാൻഡിഡേറ്റ് ആയാലും നിന്നെ തോൽപ്പിച്ച് എങ്ങനെ ജയിക്കണമെന്നാ ഞാൻ ആലോചിക്കാം. ആ ചേട്ടാ പറയും. എവിടെയുള്ളത് നീ? വേഗം പാർട്ടി ഓഫീസിലേക്ക് വാ. ശരി. എന്താ കൂടി വല്ല പ്രശ്നമുണ്ടാ? ഞാൻ സീരിയസ് ആയി പറഞ്ഞിട്ടും എന്തിനാ നീ അങ്ങനെ ചെയ്തേ? സത്യത്തിൽ ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തത് തെറ്റല്ലേ ഇത്? ആർക്കും അറിയാത്ത ഈ കാര്യം പുറത്തു വന്നു വെച്ചാൽ എന്താ അർത്ഥം? ഒന്നെങ്കിൽ ഭരണപക്ഷത്തിന് വിശ്വസ്തനായിരിക്കണം, അല്ലെങ്കിൽ നീ കാശ് വാങ്ങിയിട്ടുണ്ടാവണം. ചേട്ടാ, ഇത് പാർട്ടി ഓഫീസല്ല, എൻ്റെ അച്ഛൻ ജീവിച്ച വീടാ, എൻ്റെ കുടുംബമാണ്. എൻ്റെ അമ്മ എൻ്റെ മുഖത്ത് നോക്കി സംസാരിച്ചിട്ട് 10 വർഷമായി. അമ്മയുടെ കൈകൊണ്ട് ഭക്ഷണം പോലും തരാറില്ല. ഞാൻ അമ്മയെന്ന് പോലും ശരിക്കൊന്നും വിളിക്കാറില്ല. ഇതെല്ലാം സഹിച്ച് ഞാനിവിടെ നിൽക്കുന്ന നേതാവിന് പാർട്ടിക്ക് വേണ്ടി മാത്രമാണ്. അറിഞ്ഞുകൊണ്ട് ഞാൻ ഇത് ചെയ്യില്ല. കൂടുതൽ അഭിനയിക്കൊന്നും വേണ്ട. ഇത് കേട്ട് നേതാവ് ചിലപ്പോൾ മയങ്ങുമായിരിക്കും, പക്ഷെ ഞങ്ങൾ അതിന് കിട്ടില്ല. ചേട്ടാ, നേതാവ് സംസാരിക്കട്ടെ. നിന്റെ മേലുണ്ടായിരുന്ന എൻ്റെ വിശ്വാസം നീ തന്നെ നഷ്ടപ്പെടുത്തി. നേതാവേ, ഇനി ഞാൻ വിളിച്ചു പറയാതെ നീ പാർട്ടി ഓഫീസിലേക്ക് വരണ്ട. എൻ്റെ വാക്കിന് നീ വില കൊടുക്കുന്നുണ്ടെങ്കിൽ ഇനി ഇവിടെ നിൽക്കരുത്. കൊടി ചേട്ടാ, കൊടി അങ്ങനെയുള്ള ആളെ ഇന്ന് ഈ പ്രശ്നം വെളിയിൽ വന്ന സ്ഥിതിക്ക് ഇത് ഭരണപക്ഷത്തിന്റെ തലയെ കെട്ടിവെച്ച് തൽക്കാലം നമുക്ക് രക്ഷപ്പെടാം. ഇതിന്റെ പേരിൽ എവിഡൻസോടെ ആരെങ്കിലും കേസ് കോടതി ഫയൽ ചെയ്താ ബൈ ഇലക്ഷനിൽ മാത്രമല്ല വരുന്ന അസംബ്ലി പോലും സീറ്റ് കിട്ടില്ല. സോറി ഏട്ടാ, ഞാൻ കാരണമല്ലേ ആവശ്യമില്ലാതെ ഈ പ്രശ്നം ഉണ്ടായത്. ആവശ്യമില്ലാത്ത പ്രശ്നമല്ലടാ, ഇത് നമ്മുടെ അച്ഛൻ എൻ്റെ കൺമുമ്പിൽ വെച്ച് കത്തി അമർന്ന പ്രശ്നമാണ്. ശരി, ഈ പ്രശ്നം എങ്ങനെ അവസാനിപ്പിക്കുന്നു പറ. അവനെ തീർത്ത പ്രശ്നവും തീരും. എന്താ ശേഖര, ഇതൊന്നും നമുക്കൊരു പുതുമയല്ലല്ലോ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയല്ലേ. അതുകൊണ്ട് അവനെ കൊല്ലണമെന്നാണോ? ശരി പോട്ടെ, ഞാൻ വാങ്ങിച്ചാൽ ഒരുവിധം നേതാവിനും കൊടുത്തു എന്ന് പറഞ്ഞേക്കാം. എന്താ പറയട്ടെ എന്ന്. മെർക്കുറി ഫാക്ടറിയിലെ എവിഡൻസിൻ്റെ അവൻ്റെ കയ്യിലുള്ളതെന്ന് വേറെ ആർക്കും അറിയില്ല. അതുകൊണ്ട് ചേട്ടൻ പറയുന്ന പോലെ ചെയ്തേക്കാം. ഇന്നത്തെ പൊളിറ്റിക്സ് പഴയ കാലത്തെ പോലൊന്നും അല്ല ഏട്ടാ. ചതിയും വഞ്ചനയും പിടിച്ചുപറിയൊക്കെ നിറഞ്ഞതാ ഇന്നത്തെ കാലത്തെ പൊളിറ്റിക്സ്. ഇതിൽ ചേട്ടൻ അതിജീവിക്കണമെങ്കിൽ അവരെക്കാളും വൃത്തികെട്ട രാഷ്ട്രീയക്കാരനായിട്ട് മാറണം. ഒരിക്കലും ഏട്ടനെ കൊണ്ട് അതിന് പറ്റില്ല, അതെനിക്ക് നന്നായിട്ട് അറിയാം. എന്താടാ, നീ എന്നെ രാഷ്ട്രീയം പഠിപ്പിക്കുകയാണ്? പോടാ, പോയി നിന്റെ ജോലി നോക്ക്. അവൻ്റെ കഥ കഴിക്കാൻ മാത്രമല്ല, ആ കേസ് ഏറ്റെടുക്കാനും എൻ്റെ അടുത്ത് ആളുണ്ട്. ഞാൻ കുറെ നേരമായിട്ട് കിടന്ന് ചിലക്ക് നിങ്ങളെന്താ ഒന്നും മിണ്ടാത്തെ? നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പറഞ്ഞ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്തോളാം. വാടാ. നിക്കുമാതുംകുട്ടി. ആ പറയാമേ. എടാ അനൂപേ, ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും ഞാൻ സ്റ്റാൻഡിലെത്തും. നീ ഇപ്പൊ പുറപ്പെട്ടാൽ കറക്റ്റ് ആയിരിക്കും. ശരി അമ്മ, ഞാൻ ഇപ്പോൾ വരാം. ഞാൻ പോയി അമ്മയെ വിളിച്ചോണ്ട് വരാം. വേണ്ട, നീ നിൽക്ക്, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. ചേട്ടനോ? എന്താടാ അമ്മയില്ല എന്നോട് സംസാരിക്കാത്ത? ഞാൻ പോയി അമ്മയെ വിളിച്ചോണ്ട് വരാം. നീ കണ്ടോ, ഇന്ന് തൊട്ട് അമ്മ എന്നോട് സംസാരിച്ചിരിക്കും. തീർച്ചയായും എനിക്ക് വിശ്വാസമുണ്ട്. എന്നെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. നേതാവ് നിന്നോട് വേഗം പുറപ്പെട്ടു വരാൻ പറഞ്ഞു. ഈ സമയത്ത് എന്താ? അത്യാവശ്യമായിരിക്കും. ദേഷ്യപ്പെട്ടതിൽ എനിക്കും വിഷമമുണ്ട്. അദ്ദേഹം ഇപ്പോൾ എവിടെയുള്ള? നിന്നെ വേഗം വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. പോകുന്ന വഴിയിൽ എവിടെയാ മീറ്റ് ചെയ്യേണ്ടതെന്ന് വിളിച്ച് പറയും. അമ്മയെ നീ തന്നെ പോയി വിളിച്ചോണ്ടോ? ആ ശരി ഏട്ടാ. അവനങ്ങോട്ട് വരുന്നുണ്ട്, ബൈക്കിലാണ് വരുന്നത്. നേതാവിനെ കാണാൻ പോകുന്ന വിവരം പുറത്താരും അറിയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പറടാ, നീ എവിടെയുള്ളത്? ഞാൻ പുറത്താ.
പുറത്തുനിന്ന് പറഞ്ഞാൽ എവിടെയാ? നീ കാര്യം എന്താന്ന് പറ. അടുത്തൊന്നും ആരുമില്ലല്ലോ. പറ. പാർട്ടിക്കാരൊക്കെ നിന്നെയാ കുറ്റം പറയുന്നത്. നീ ഒന്ന് സൂക്ഷിക്കണേ. നീ പുറത്തെവിടെയെങ്കിലും പോകണ്ടെങ്കിൽ എന്നോട് മുന്നേ പറഞ്ഞു. എടാ ധനപാലേട്ടൻ വിളിക്കണ്ടേ, ഞാൻ തിരിച്ചു വിളിക്കാം. ശരി. എവിടെയാണ് നീ? എത്താറായമ്മ. വേഗം വാ. ശരി ഞാൻ ഇപ്പൊ എത്താം. ചുമ്മാ അവിടെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും. കാട്ടിലെന്തോ ആ ശരി ചേട്ടാ, നമ്മുടെ സോഡ കമ്പനിയുടെ ബാക്കിലുള്ള ബംഗ്ലാവിലേക്ക് വണ്ടി എടുത്തു. വേഗം വിട്, വേഗം വിട്. നേതാവ്, എന്നോട് പോർക്കണം നേതാവ്. ഇനി ഒരിക്കലും ഒരു തെറ്റും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ഈ വിവരം പുറത്തു വരാൻ പാടില്ലാത്തതായിരുന്നു. നിന്നെ വിശ്വസിച്ചത് കൊണ്ടാണ് അത് കയ്യിൽ വെച്ചോളാൻ പറഞ്ഞത്. ഇപ്പൊ അതുകൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഫേസ് ചെയ്യുന്നത്. നേതാവ്, ഈ തെറ്റ് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. നമസ്കാരം. ഈ ഇടക്കാല തിരഞ്ഞെടുപ്പിൽ നമുക്ക് വേണ്ടി മത്സരിക്കുന്നത് വാ മോനെ വാ. കൊടി നമ്മുടെ പാർട്ടിക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ ഒരു സത്യസന്ധനായ പ്രവർത്തകന്റെ മകനാണ്. നമസ്കാരം പറ മോനെ, പറയൂ. പ്രതിപക്ഷം ആരെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയാലും ആ കാൻഡിഡേറ്റിനെ ഞാൻ തോൽപ്പിക്കുന്നതാണ്. അതിനെനിക്ക് സാധിച്ചില്ലെങ്കിൽ ഈ രാഷ്ട്രീയ ജീവിതം ഞാൻ അവസാനിപ്പിക്കും. ഇനിയിപ്പം നീ എന്ത് ചെയ്യും? ഈ അവസരം ഉപയോഗപ്പെടുത്തി നമ്മുടെ പാർട്ടിയെ നീ ജയിപ്പിക്കുവോ, അതല്ല എവിഡൻസ് എല്ലാം പുറത്തുവിട്ട് എന്റെ വിശ്വാസത്തെ തകർത്ത് പാർട്ടിയെ നശിപ്പിക്കുവോ? നേതാവ് 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 നേതാവ്. ഈ ജനറൽ സെക്രട്ടറി പോസ്റ്റ് എന്ന് പറഞ്ഞ വലിയ പോസ്റ്റാണോ? ജനറൽ സെക്രട്ടറി പോസ്റ്റ് എന്ന് പറയുന്നത് നിസാരമാണെന്ന് കരുതിയോ? 6 MLA 2 MP അവരുടെ കീഴിലാ. ഈ സംസ്ഥാനത്തിലെ എല്ലാ കാര്യങ്ങളും അവരാ ചെയ്യുന്നത്. ആ വിവരം കെട്ട അരവിന്ദന്റെ പണി കൊണ്ടാ ഇവളിപ്പോ ഈ പോസ്റ്റിലെത്തിയത്. നമ്മൾ 40 വർഷമായിട്ട് അടിപിടി ഉണ്ടാക്കിയും കത്തിക്കുത്തി നടത്തിയും ഇപ്പോഴല്ലേ MLA ആയത്. 1998 ഒരു പൊതുയോഗത്തിൽ വെച്ച് ഞാനല്ലേ രുദ്രയെ കൈപിടിച്ച് വേദിയിലേക്ക് കടത്തിവിട്ടത്. ഇപ്പോഴും അതിന്റെ മര്യാദ ഉണ്ട് അവക്ക്. നീ ഇപ്പൊ വരുമ്പോ നോക്കിക്കോ, എന്റെ കാലി വീണ് അനുഗ്രഹം വാങ്ങും. നമസ്കാരം. പെങ്ങളെ, എന്നെ അനുഗ്രഹിക്കും പെങ്ങളെ. സാരില്ല, എഴുന്നേൽക്ക്. പെങ്ങളെന്ന് പറഞ്ഞാ സ്വന്തം വേദിയിൽ തിളങ്ങി, മഹിളകളിൽ വിളങ്ങി സംസ്ഥാന ജനറൽ സെക്രട്ടറി, വരും കാല മന്ത്രി വിജയിക്കട്ടെ. ഇവൻ ആള് കൊള്ളാമല്ലോ. നാളെ ഒരുപക്ഷെ ഇവനായിരിക്കും എന്റെ പോസ്റ്റിന് പാര.
ജില്ലയിലെ എല്ലാ ഭരണം നമ്മുടെ കയ്യിലല്ലേ ഉള്ളത്. നമ്മൾ പറയുന്നതിനപ്പുറം നടക്കൂല. രുദ്രക്ക് ഈ പദവിയും സീറ്റൊക്കെ കിട്ടിയത് നമ്മൾ കാരണമല്ലേ? ആ ഞാൻ വിളിക്കടാ. വാ രുദ്രേ, വാ വാ വാ. ഒന്ന് എണീക്കാവോ? എന്തിനാ മോളെ നീ ഇങ്ങനെ വെറുതെ അനുഗ്രഹം വാങ്ങിക്കാനൊക്കെ? ഞാൻ പറഞ്ഞില്ലേ രുദ്ര നല്ല കുട്ടിയാണെന്ന്. രുദ്രയെ കണ്ട് പഠിക്ക്. വാ മോളെ. അതുകൊള്ളാം. അല്ല, ഓഫീസിൽ വന്നാൽ അവിടെയാണല്ലോ ഇരിക്കേണ്ടത്. മോളിരുന്നപ്പോൾ ആ സീറ്റിനൊരു ഭംഗിയുണ്ടല്ലേ. ആ പിന്നെ ഇത് നമ്മുടെ ജയലക്ഷ്മി 17ാം വാർഡിൽ ചെറിയൊരു പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. മോളുടെ ആദ്യത്തെ ഒപ്പ് ഇതാ ഇതിലിട്ട് ഐശ്വര്യമായിട്ടങ്ങ് ആരംഭിച്ചോ. ഞങ്ങൾക്കൊന്ന് തനിച്ച് സംസാരിക്കണം. ഒന്ന് പുറത്ത് നിൽക്കാവോ? എനിക്ക് രുദ്രയ്ക്ക് ഒരുപാട് കാര്യം സംസാരിക്കണ്ട. പൊക്കോ. ഇതുപോലുള്ള റെക്കമെൻഡേഷനും കൊണ്ട് എന്റെ മുമ്പിൽ മാത്രമല്ല, പാർട്ടി ഓഫീസിലോ ജാഥയിലോ നിയോജക മണ്ഡലത്തിലോ കണ്ടുപോരുത്. നീയൊരു ഫ്രോഡാണ്, ഫോർജറി ചെയ്യുന്നവൻ, ജനദ്രോഹി. നിന്റെ കൂടെ എന്നെ കണ്ടാൽ ഒരു വോട്ട് പോലും എനിക്ക് കിട്ടില്ല. എലക്ഷൻ കഴിയുന്നത് വരെയും ഇവിടെ കണ്ടുപോരുത്. ഇത് ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള എന്റെ ആദ്യത്തെ ഉത്തരവാ. നിന്നെ ജില്ലാ പ്രസിഡന്റ് ആക്കിയത് ഞാനാ. ആ എന്നോട് നീ കൽപ്പിക്കാറായില്ലടി. ഞാൻ വിചാരിച്ചിട്ടുണ്ടല്ലോ. ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ നീ തുനിഞ്ഞ ചെറിയൊരു സൗണ്ട് മതി. ഫോർജറി ചെയ്തവെന്ന് പേര് കേട്ട നീ സ്ത്രീ പീഡകനായി മാറുകയും ചെയ്യും. പൊയ്ക്കോ, പോടാ. ഇപ്പൊ സന്തോഷായില്ലേ നിനക്ക്? നിന്റെ രാഷ്ട്രീയം കാരണം ഇവൻ ഈ ഗതി വന്നത്. ഇവൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? ഹലോ കൊടി, അനൂപിനെ ആളെ വിട്ട് തല്ലുന്നത് ഞാൻ കണ്ടതാ. നീ വേം വാ. അവരിപ്പോ എവിടെ ഉണ്ടോ? നീ ആരാന്നറിയാതെ ചെയ്തു പോയതാ. ടിവിയിലും പേപ്പറിലും ഒക്കെ വിശദമായി ഇത് തന്നെയല്ലേ വന്നോണ്ടിരിക്കുന്നേ. ആളെ മനസ്സിലായതുകൊണ്ട് സോറി പറയാൻ വേണ്ടി വന്നതാ. നിന്റെ അനിയനെന്താ മോശക്കാരനാണോ? ഇവനെ ഇവന്റെ ആളുകളെ നന്നായിട്ട് അടിച്ചു. കടമാച്ച പെണ്ണിനോട് അനാവശ്യം പറഞ്ഞപ്പോൾ ഞാൻ അവനെ അടിച്ചേ. ഞാൻ അടിച്ചതിന് ഇവന് പരാതി ഉണ്ടെങ്കിൽ ഇവൻ അന്നേ സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കണമായിരുന്നില്ലേ? ശരി ശരി ശരി, അതൊക്കെ പോട്ടെ കൊടി. നമുക്കിത് കോംപ്രമൈസ് ചെയ്യാം. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? വാ, രണ്ടുപേരും ഒന്ന് കൈ കൊടുത്തേ. നിങ്ങളെന്താ വാങ്ങിയ കാശിന് നന്ദി കാണിക്കുകയാണോ? അവന്റെ പേരിൽ FIR ഇടേണ്ടതിന് പകരം നിങ്ങൾ കോംപ്രമൈസിന് ശ്രമിക്കുകയാണോ? FIR എഴുതിക്കോളാം. ആദ്യം നീയല്ലേ അടിച്ചത്? ആ കേസിന് ആദ്യം എഴുതാം. കൊടി, നീ ഇപ്പൊ MLA കാൻഡിഡേറ്റാ. നിന്റെ പേരിൽ ഒരു FIR ഇട്ടോട്ടെ. ഇട്ടു നോക്ക്. എന്നാ അവനെ അടിച്ചതിന് വേണ്ട, അതെനിക്ക് നാണക്കേടാ. നിനക്കിട്ട് ഞാനിപ്പോൾ ഒന്ന് തരാം. അതിന് വേണമെങ്കിൽ നീ FIR ഇട്ടോ. എന്താ ഒരു കൈ നോക്കിയാലോ? എൻ്റെ അനിയൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ കൊന്നേനെ നിന്നെ. സോറി അമ്മേ, എന്നോട് ക്ഷമിക്കേ. ഞാൻ കാരണല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ച. എന്റെ ചേച്ചിയുടെ മോക്ക് വേണ്ടി ഒരാളോട് പലിശയ്ക്ക് കടം വാങ്ങിച്ച് ഞാനിതിൽ പെട്ടുപോയതാ. ഞാൻ ഇദ്ദേഹത്തോട് അത് പറഞ്ഞപ്പോ നിങ്ങളുടെ സ്വർണ്ണമൊക്കെ പണയം വെച്ച് പൈസ റെഡിയാക്കി അവരെയൊക്കെ അടിച്ച്. അയ്യോ സാരല്ല, അത് വിട്. നീയാണ് എടുത്തതല്ലേ? അയ്യോ, ഇത് ഫ്രൂട്ട്സ് അല്ല, നാടൻ കോഴിയാ. ഏയ്, നിങ്ങൾ വിചാരിക്കുന്ന പോലല്ല, ഇത് ശരിക്കുള്ള നാടൻ കോഴിയാ. വേറെ കടയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചത്. നേതാവ് തെറ്റിദ്ധരിച്ചെന്ന് വിചാരിച്ചാൽ ഞാനൊന്ന് ദേഷ്യപ്പെട്ടത്. നീ അങ്ങനെ ചെയ്യാനേ പാടില്ലായിരുന്നു. ശരി, അത് പോട്ടെ. ചെറുപ്പത്തിൽ പക്വതയില്ലാത്ത പ്രായത്തിൽ നീ ഓരോന്ന് കാണിച്ചു കൂട്ടുമ്പോഴേ ഇതെങ്ങനെയൊക്കെ അവസാനിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചത്. ശരിക്കും ഇപ്പോഴേ ഇതിൻ്റെ ഒരു ആഴം ഞാൻ മനസ്സിലാക്കുന്നത്. നിന്റെ കയ്യിലുള്ള തെളിവുകൾ പുറത്തു വിടാതിരിക്കാൻ വേണ്ടിയാ ഈ MLA സീറ്റ്. അത് ഒരിക്കലും ജയിക്കാൻ പറ്റില്ലെന്നറിഞ്ഞ ഈ ഇലക്ഷനിൽ. തമാശ പറയാതെ രുദ്ര, നിന്നെ കൊണ്ട് ഒരിക്കലും ജയിക്കാൻ പറ്റില്ലെന്ന എല്ലാ മീഡിയാസും പറയുന്നത്. മാത്രമല്ല, ജയവും തോൽവിയും ഒക്കെ ജനങ്ങളെ തീരുമാനിക്കുന്നത്. നമുക്കതിൽ റോളേ ഇല്ല. നീ എന്താ പറഞ്ഞു വരുന്നത്? നമുക്ക് രണ്ടുപേർക്കും ജനങ്ങൾക്കിടയിൽ 50% ചാൻസ് ഉള്ളത് സമ്മതിച്ചു. എന്നാൽ അതിനേക്കാൾ ഉപരിയായി ഞങ്ങളുടെ കയ്യിൽ അധികാരവും പണവും ഉണ്ട്. ആവശ്യമില്ലാതെ നീ തോക്കണ്ടെന്ന് വെച്ചാ ഞാൻ പറഞ്ഞത്. പാർട്ടി എന്നെ വിശ്വസിച്ചാൽ നിർത്തിയിരിക്കുന്നത്. എന്തൊന്നാലും എനിക്ക് ജയിച്ചേ പറ്റൂ, അത്ര തന്നെ. ഞാൻ വിട്ടുതരാനൊന്നും പോകുന്നില്ല. നിന്നോട് ഞാൻ അങ്ങനെ ചോദിച്ചോ? നീ ജയിക്കുന്ന വഴി നീ നോക്കിക്കോ, ഞാൻ ജയിക്കുന്ന വഴി ഞാൻ നോക്കിക്കോളാം. എന്നാൽ നമുക്കിടയിൽ രാഷ്ട്രീയം വേറെ, പേഴ്സണൽ വേറെ. രണ്ടും കൂടെ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? അല്ല, എന്നെ തോൽപ്പിക്കാൻ മാത്രം നിന്റെ അടുത്ത് എന്താ ഉള്ളത്? സത്യമുണ്ട്. ഇപ്പൊ ആരാ കോമഡി പറയുന്നേ? രാഷ്ട്രീയത്തിൽ സത്യം. സത്യമുള്ള രാഷ്ട്രീയവും ഉണ്ട്. എല്ലാവർക്കും നമസ്കാരം. മെർക്കുറി ഫാക്ടറിയിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ടെന്ന്
എക്സ് മിനിസ്റ്റർ മാധവൻകുട്ടിയുടെ പേരിൽ ഭരണപക്ഷം പരാതി കൊടുത്തിട്ടുണ്ടല്ലോ. എന്താ അതിപ്പോ സത്യമല്ലെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്? നിങ്ങൾ കേട്ടത് പരിപൂർണ്ണ സത്യം തന്നെയാണ്. സ്വന്തം പാർട്ടിക്കാർ ചെയ്ത തെറ്റ് ആദ്യമായിട്ട് തുറന്നു പറയുന്ന ആൾ നിങ്ങളായിരിക്കും. സമ്മതിക്ക് മാത്രമല്ല, അവിടുന്ന് മാറ്റാത്ത അവശിഷ്ടങ്ങൾ മാറ്റിയെന്നും പറഞ്ഞ് അദ്ദേഹം കൊടുത്ത സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ചെയ്ത് ഇതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ ആക്ഷൻ എടുക്കണമെന്നും പറഞ്ഞ് എൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള പോലീസിൻ്റെ എഫ്ഐആറിൻ്റെ കോപ്പി ചെയ്തു. ചിലപ്പോൾ തെറ്റ് ചെയ്യാത്തവർ ചുരുക്കമായിരിക്കാം. അങ്ങനെ ചെയ്യുന്നവരോട് നമ്മളെങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഈ വിഷയം ജനങ്ങളെ അറിയിക്കണമെന്ന് പറഞ്ഞ് എനിക്ക് സീറ്റ് നൽകി MLA ആക്കാൻ വേണ്ടി ശ്രമിക്കുന്ന എൻ്റെ പാർട്ടിയുടെ വിശ്വാസ്യത നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. ഞാൻ MLA ആയി ജയിച്ചു കഴിഞ്ഞാൽ ഫാക്ടറിയുടെ പരിസരങ്ങളൊക്കെ വൃത്തിയാക്കി ഈ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം കാണുമെന്ന് ഉറപ്പ് നൽകും. ശരി ഇടക്കാല തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കൊടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുൻ മന്ത്രി മാധവൻകുട്ടിയെ അഴിമതി ആരോപണത്തിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഞാൻ വരുന്ന ഒരു പ്രശ്നം ഒന്നും ഉണ്ടാക്കണ്ട. ശരിയല്ലോ. ശരി. പ്രസ്സുകാരെ അവൻ കാണിച്ച ആ പേപ്പർ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നാ നിനക്ക് എന്ത് വേണമെങ്കിലും തരാം. എന്താടാ കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ കൊടിയെ വഞ്ചിക്കുന്നു വിചാരിച്ചല്ലേ? ഈ ശരീരത്തിൽ നിന്ന് ജീവൻ പോയാൽ പോലും അത് മാത്രം ചെയ്യാൻ എനിക്ക് പറ്റില്ലടാ. ഇത് മനസ്സിലാക്കി തരാനാടാ ഞാൻ കുടിച്ചത്. നിന്നെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് സംസാരിച്ച് എന്നെ വേണം തല്ലാൻ, മനസ്സിലായടാ? അനാഥനല്ലടാ, കൊടി എന്ന് പറഞ്ഞൊരാൾ എനിക്കുണ്ട്. നീ എന്നെ അടിച്ച കാര്യം എങ്ങാനും കൊടി അറിഞ്ഞ പിന്നെ നീ ജീവിച്ചിരിക്കില്ലടാ. പേടിക്കണ്ട, ഞാൻ പറയില്ല. അവൻ ജയിക്കണം. കൊടി ഇവിടുത്തെ MLA ആയിട്ട് വരണം. സംശയമില്ല, കൊടിയാടാ ജയിക്കുക. ജാമ്യത്തിൽ ഇറങ്ങിയ ഈ സാഹചര്യത്തിൽ നീ എന്ത് ചെയ്താലും തെറ്റാവും. അവനെ ഇലക്ഷനിൽ ജയിച്ചാലല്ലേ പ്രശ്നമുള്ളൂ, ജയിച്ചില്ലെങ്കിലോ? നോക്ക്, ഈ ഇടക്കാല തെരഞ്ഞെടുപ്പിൽ നമ്മൾ തോറ്റുപോയാ അത് വലിയ നാണക്കേടായിരിക്കും. പിന്നെ അണികളെല്ലാം നമ്മുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പും. ജനങ്ങൾ കാർക്കിച്ചു തുപ്പോ ഇല്ലയോ? ഇപ്പൊ നീ തുപ്പൽ തെറിപ്പിക്കാതെ സംസാരിക്കോ. സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോൾ തമാശ പറഞ്ഞോണ്ടിരിക്കുക. എങ്ങനെ ജയിക്കും എന്നുള്ള കാര്യം പറ. നോട്ടിന്റെ കെട്ട് പൊട്ടിച്ച് വിതറിയാ വോട്ട് കിട്ടും. നമ്മുടെ ഭാഗത്തെ കാൻഡിഡേറ്റ് വീക്ക് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. എന്റെ സൈഡിൽ എന്ത് വീക്കെന്നാ പറയുന്നത്? ചേച്ചി ഡയറ്റിംഗിലായതുകൊണ്ടാണ് കുറച്ച് വീക്കായിട്ട് തോന്നുന്നത്. പ്രതിപക്ഷത്തിന്റെ ഫാക്ടറി മാറ്റർ പുറത്തു കൊണ്ടുവന്ന് നമ്മൾ ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ഞാനാ. എന്ത് സ്ട്രോങ് ആക്കിയെന്ന തെളിവ് നേരത്തു പറഞ്ഞത് നിങ്ങൾ. എന്നാൽ അത് കൊടി ചെയ്ത് അവന്റെ ആൾക്കാരെ തന്നെ അകത്താക്കി അവൻ പേര് വാങ്ങി. ഇതൊക്കെ നടന്നെങ്ങനെയാ? ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ പറയാം. എന്താന്ന് പറയാം. നിങ്ങളും ആ ചെറുക്കനും തമ്മിൽ കണക്ഷൻ ഉണ്ട്. നിങ്ങൾ തമ്മിൽ പ്രേമത്തിലാ. എന്റെ ചേച്ചിയെ കുറിച്ച് അനാവശ്യം പറഞ്ഞാണല്ലോ താൻ വിവരം പറയും. എന്ത് അടിസ്ഥാനത്തിലാണോ താനത് പറയുന്നത്? കുത്തി കുടല് മാല എടുക്കോ? എല്ലാ തെളിവും എന്റെ കയ്യിലുണ്ടോ? അതുകൊണ്ട് തന്നെ സംസാരിക്കുന്നത്. പെണ്ണുങ്ങൾ ഇരിക്കുന്നോണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. നമ്മൾ ജയിക്കാനുള്ള മാർഗം പറയാൻ പറയുമ്പോ കോമഡി പറഞ്ഞോണ്ടിരിക്കും. അല്ലടാ, അവൻ പറഞ്ഞ പോലെ തെളിവുണ്ടെങ്കിലേ കണ്ടുപിടിക്കട്ടടാ. രാത്രി ഒരു പോസ്റ്റർ എഴുതി ഒട്ടിക്കേ. ചേട്ടാ, പോസ്റ്റർ ഒട്ടിച്ച് അതിന്റെ താഴെ നിങ്ങളുടെ ഒരു പേര് എഴുതി വെച്ചാൽ എങ്ങനെയുണ്ടാവും? അങ്ങനെയാണെങ്കിലേ അതിനടുത്ത് നിന്റെ ഒരു ആദരാഞ്ജലി പോസ്റ്റർ ഒട്ടിച്ചേക്കാം. നീ ഒന്നും ഒരു കാലത്തിന് രക്ഷപ്പെടില്ലടാ. പോയി പശ ഉണ്ടാക്കുക. പോസ്റ്ററിൽ എന്നോടൊപ്പം നിൽക്കുന്ന ആ എതിർകക്ഷി സ്ഥാനാർത്ഥി കൊടിയെ ഞാൻ നേരിട്ട് ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. സത്യം പറഞ്ഞാൽ അവൻ ആരാണെന്ന് പോലും എനിക്കറിയില്ല. യോഗ്യതയില്ലാത്തൊരുത്തനോടൊപ്പം എന്റെ ഫോട്ടോ മോർഫ് ചെയ്തത്. ആ പെണ്ണ് എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? അവര് രണ്ടുപേരും ഉടനെ കല്യാണം കഴിക്കാൻ പോകുന്നല്ലേ പറഞ്ഞത്? ഇതൊക്കെ രാഷ്ട്രീയമാ. ഞാൻ ശക്തമായി അപലപിക്കുകയാണ്. ഒന്ന് നേരിട്ട് കാണാൻ പോലും ഇത്രയധികം കഷ്ടപ്പാടാ. ഞാൻ ആരാന്ന് പോലും അറിയില്ല എന്ന് TV പറയുമ്പോൾ അതൊരു നുണയാണെങ്കിലും അത് കേൾക്കുമ്പോൾ മനസ്സിലെന്തോ വല്ലാത്തൊരു വേദന. എനിക്കിത്രയും വേദനിച്ചെങ്കിൽ ഇത് പറഞ്ഞ് നിനക്ക് എന്തുമാത്രം വേദന ഉണ്ടോ? ഉണ്ടായിരുന്നു. എന്നാ നീ ചെയ്തതിനേക്കാളും ഈ വേദനയൊന്നും വലുതല്ല. മനസ്സിലായില്ല. നീ ശരിക്കുള്ള രാഷ്ട്രീയക്കാരനായി എന്ന് പറഞ്ഞതാ. നമ്മളും പാർട്ടിയും വ്യത്യസ്തമാണെന്ന് പറഞ്ഞിട്ട് വോട്ടിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് മുമ്പെടുത്ത ഫോട്ടോ പോസ്റ്ററിലാക്കി നാട് മുഴുവൻ ഒട്ടിച്ചില്ലേ?
ഞാനാണോ അങ്ങനെ ചെയ്തേ? തനിക്കെതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ശക്തിയാണെന്ന് അറിയുമ്പോ പറഞ്ഞ വാക്കൊന്നും പാലിക്കാൻ പറ്റുന്നില്ല അല്ലേ? ജയിക്കാനായിട്ട് ഇത്ര തരം താഴുന്ന് ഞാൻ വിചാരിച്ചില്ല. സൂക്ഷിച്ച് സംസാരിക്കണം നീ. ആ ഫോട്ടോ 2 വർഷം മുമ്പ് നമ്മൾ കറങ്ങാൻ പോയപ്പെടുത്തത് നിനക്ക് ഓർമ്മയില്ല? അത് ഏതോ ഒരുത്തന് ഇപ്പൊ തപ്പിയെടുത്ത് റിലീസ് ചെയ്താ. അനാവശ്യമായിട്ട് വെറുതെ എന്നെ സംശയിക്കരുത്. നിനക്ക് MLA ആവാൻ വേണ്ടി സ്വന്തം പാർട്ടിക്കാരനെ അകത്താക്കിയവനല്ലേ? നിന്നെ സംശയിക്കുന്നതിൽ എന്താ തെറ്റുള്ളത്? അനാവശ്യം പറയുന്നു. അടിച്ച് പല്ല് തെറിപ്പിക്കും ഞാൻ. എന്നെ പറ്റി നീ ഇങ്ങനെയാണോ മനസ്സിലാക്കിയത്? വിവരമില്ലടി നിനക്ക്. നിന്നെയൊക്കെ നിങ്ങൾ ജയിക്കാൻ വേണ്ടി ഞങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. നിങ്ങളാണെങ്കിൽ ലേറ്റും. എന്താ ലേറ്റ് ആകുന്നെന്ന് നാട്ടിലൊട്ടിച്ചിരിക്കുന്ന പോസ്റ്റർ കണ്ടാ മനസ്സിലാവും. അതെ, ഞങ്ങൾ പരസ്പരം സ്നേഹത്തിലാണ്. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പ്രശ്നം? അതാ എനിക്ക് മനസ്സിലാവാത്തത്. മനസ്സിലാവില്ലെന്നോ? ലവേഴ്സ് രണ്ടുപേരും എതിർത്ത് മത്സരിച്ച നാട്ടുകാർ ആർ കോട്ട് ചെയ്യും? നാളെ MLA യുടെ ഭാര്യയാണെന്ന് പറഞ്ഞ് നിങ്ങൾ അങ്ങേരോട് പോവില്ലേ? ഭരണകക്ഷി ഇലക്ഷനിൽ തോറ്റ് നാട്ടുകാരുടെ മുമ്പിൽ നാണം കിടന്നോ? അതെ, പാർട്ടിക്കാരും പേഴ്സണൽക്കാരും എന്തിനാ ഇങ്ങനെ കൂട്ടിക്കുഴയ്ക്കുന്നത്? ഒരു കുടുംബത്തിലെ പല ആൾക്കാര് പല പാർട്ടിയിലും പ്രവർത്തിക്കുന്നില്ലേ? ഭാര്യയും ഭർത്താവും എന്നുള്ളത് ഒരു പുതുമ തന്നെയാ. അതിന് ജയിച്ച കുറ്റം പറയാൻ പറ്റുമോ? നിങ്ങളൊക്കെ കൂടി പുതിയ സ്ഥാനാർത്ഥി നിർത്തുമെന്നാണല്ലോ തോന്നുന്നത്. ഇത് നല്ല സജഷനാ. സ്ഥാനാർത്ഥി മാറിയ മണ്ഡലമെങ്കിലും നമുക്ക് കിട്ടും. ഇക്കണക്കിന് പോയാൽ അതും ബാക്കി ഉണ്ടാവില്ല. അതെന്തിനാ നിങ്ങൾ കട്ട് ചെയ്യുന്നത്? കൊടിയല്ലേ വിളിക്കുന്നത്? ഇവിടെ നടന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതായിരിക്കും. അങ്ങോട്ട് മാറി നിന്ന് പറഞ്ഞു കൊടുത്തിട്ട് വാ. ചെല്ലേ. 10 പോസ്റ്റർ കണ്ടപ്പോ എല്ലാരും പേടിച്ചു പോയല്ലേ? ഞങ്ങളാരും പേടിച്ചിട്ടൊന്നുമില്ല. പാർട്ടിയാണോ പ്രേമമാണോ നിങ്ങളാ തീരുമാനിക്കേണ്ടത്. പറ്റില്ലെങ്കിൽ പാർട്ടി വിട്ട് നിങ്ങൾ പുറത്തു പോകണം. ആടോ, ഈ ഇടക്കാല തെരഞ്ഞെടുപ്പില് നമ്മുടെ വിജയം എത്ര പ്രാധാന്യമുള്ളതാണെന്ന് നിനക്കറിയാമല്ലോ. ഈ പാവവും സഹതാപവും നന്ദിയൊന്നും നമ്മളെപ്പോലവർക്ക് നോക്കാൻ പറ്റില്ല. നേതാവേ, ഞാൻ എന്തായാലും ജയിക്കും. അങ്ങനെ നീ മാത്രം പറഞ്ഞാൽ പോരാ മോളെ. ഇന്റലിജൻസും പറയണ്ടേ? അവർ തന്നിരിക്കുന്ന റിപ്പോർട്ട് നിനക്കെതിരാ. ഇതുവരെ നീ എന്തു ചെയ്യുന്നു എന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇനി അങ്ങോട്ട് നീ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് നിന്റെ ഭാവിയെ അടിസ്ഥാനമാക്കിയിരിക്കുന്നത്. 2 ദിവസം ഞാൻ സമയം തരാം. അതിനുള്ളിൽ നീ എല്ലാം നിന്റെ അനുകൂലമാക്കി മാറ്റിയെടുക്കണം. അല്ലെങ്കിൽ സ്ഥാനാർത്ഥി എനിക്ക് മാറ്റേണ്ടി വരും. ആക്സിഡന്റ് ആയിട്ട് അകത്ത് കിടക്കുക. അപ്പോഴും മറ്റേ മോന്റെ ഭക്ഷണ കാര്യത്തിൽ അമ്മയ്ക്ക് ശ്രദ്ധ. നിനക്കെന്താ ഫോൺ എടുക്കാൻ ഇത്ര താമസം? എനിക്ക് നിന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. നീ വേഗം ഫയലോട്ട് വാ. അല്ലെങ്കിൽ തന്നെ എനിക്ക് നിറയെ പ്രശ്നങ്ങളാ. എനിക്ക് നിന്നെ കണ്ടേ പറ്റൂ. നീ ഒന്ന് വാ. അമ്മ, അച്ഛൻ മരിച്ചത് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയോണ്ടെന്ന് അമ്മ വിശ്വസിക്കുന്നത്. എന്നാൽ എൻ്റെ വിശ്വാസം ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ വേണ്ടി അച്ഛൻ ജീവൻ വെടിഞ്ഞെന്ന്. എനിക്ക് അമ്മയെക്കാളും വലുതായിട്ടൊന്നുമില്ല. പക്ഷെ അച്ഛന് വേണ്ടി എനിക്കിത് ചെയ്തേ പറ്റൂ. ഈ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ഞാനൊരു ഇതിരെയും കല്യാണം കഴിക്കാൻ പോവാ. അമ്മ വേണം അവളുടെ വീട്ടുകാരായിട്ടൊന്ന് സംസാരിക്കാൻ. ഞാൻ അന്നേരത്തെ ദേഷ്യത്തിന് അറിയാതെ. വാ, ഇങ്ങോട്ട് നോക്കിയേ. അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ നമ്മുടെ കല്യാണം നടത്തണമെന്ന്. ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. എന്താ? നടക്കില്ല. നീ ജയിക്കും, ഞാനാ തോക്ക. ഇന്ന് നിന്നെ കണ്ടതുപോലും എൻ്റെ പാർട്ടിക്കാർക്ക് മനസ്സിലായി. എങ്ങനെയാണെന്നറിയില്ല. നിന്നിൽ നിന്ന് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നീ എന്തൊക്കെയാടി പറയുന്നത്? ഇത് ഞാൻ തന്നെ ചെയ്തെന്നാണോ? ഇന്ന് പാർട്ടി ഓഫീസിൽ എന്താ നടന്നതെന്നറിയോ? എന്താ പറഞ്ഞെന്നറിയോ അവര്? നീ ഇന്ന് പാർട്ടിക്ക് നാണക്കേടാ, രാജിവെച്ച് പുറത്തു പോകാൻ പറഞ്ഞു. കുഞ്ഞുനാൾ തൊട്ട് എത്ര വേദികളിൽ പ്രസംഗിച്ച് ഏതെല്ലാം വിധത്തിലുള്ള സുഖദുഃഖങ്ങൾ വേണ്ടെന്ന് വെച്ച്
ഉറക്കമില്ലാതെ പാർട്ടിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചതാ ഞാൻ. അവസാന നിമിഷത്തിൽ കലമടച്ചതുപോലെ ആയില്ലേ. ഇനി എന്താ ചെയ്യണ്ടേന്ന് പോലും എനിക്കറിയില്ല. ഇന്ന് എന്റെ അവസ്ഥ ഒരു ജീവച്ചവം പോലെയാ. നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ കരുതുന്ന പോലെ ഞാനൊന്നും ചെയ്തിട്ടില്ല. അവളുടെ കൂടെ ഒരുത്തനുണ്ട്. രണ്ടുപേരെ ഒന്നിച്ചങ്ങ് തീർത്തേക്കടാ. അവൾ ആ കസര കയറിന്നിട്ട് എനിക്ക് പണി വന്നോളാ. അവളെങ്ങ് തീർത്തളഞ്ഞേക്ക്. ശരി. വെട്ടവളെ. നീ പോ, ഞാൻ നോക്കിക്കോളാം. നീ പോ. നിന്നെ ഇല്ലാതാക്കാൻ എനിക്ക് വേറെ വഴിയില്ല. ഇവിടെ വരുന്നവരെ നിന്നെ കൊല്ലണമെന്ന് ഞാൻ വിചാരിച്ചതല്ല. ആ വന്നവരിൽ ഏതെങ്കിലും ഒരുത്തൻ നിന്നെ ഇല്ലാതാക്കി എൻ്റെ മാർഗം തെളിയുന്ന ഞാൻ വിചാരിച്ചത്. എൻ്റെ ആഗ്രഹവും എൻ്റെ സ്വപ്നവും സബലീകരിക്കാൻ എനിക്ക് തന്നെ ഇത് ചെയ്യേണ്ടി വന്നു. നീ വിതച്ച ലക്ഷ്യമാണ് എൻ്റെ ഉള്ളിൽ വാശിയായിട്ട് മാറിയത്. നീയില്ലാതെ എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. എന്നാൽ പാർട്ടി സ്ഥാനവും പിന്തുണയും ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. പോ, എന്നേക്കുമായി പോ.
എനിക്ക് ഈ ഗതി വന്നല്ലോ. നീ ഇങ്ങനെ നടക്കുമെന്ന് അറിഞ്ഞത് കൊണ്ടാണ് ഞാൻ നിന്നോട് സംസാരിക്കാതിരുന്നത്. മോനെ നിങ്ങൾ ചേർന്നാണ് അവരെ കൊന്നത്. എല്ലാവരും ചേർന്ന് കൊന്നിട്ട് വന്നിരിക്കുക. എടുത്തോട്ട് പോടാ നിന്റെ അറിയത്ത്. അവനിങ്ങോട്ട് പിടിച്ചു മാറ്റേ. വിടറാ കൊടിയെ. പുറത്തിറങ്ങടാ. നിന്റെ ചേട്ടനെ ആരോ കുത്തിക്കൊന്നതിന് നീ എല്ലാരെയും കൊല്ലുവോ? ഞങ്ങളെന്താ പോലീസ് സ്റ്റേഷനിൽ ചെരക്കാനിരിക്കുകയാണോ? കേസെടുത്തല്ലോ, ഞങ്ങൾ അന്വേഷിച്ചോളാം. ഓടാ. എന്താ തുറച്ചു നോക്കുന്നത്? അയ്യോ നിന്നെ കണ്ടല്ലോ. വേണ്ട സാർ. പോടാ. കൂടി പോയതിന്റെ അഹങ്കാരം നിങ്ങൾക്കൊക്കെ. അനിയന്റെ മേത്ത് വണ്ടി കയറ്റിയപ്പോ കൊടി സ്റ്റേഷനിൽ വെച്ച് തന്നെ അതിന് പകരം വീട്ടി. എന്തോ മുൻവൈരാഗ്യമായിരുന്നാ തോന്നുന്നത്. പോലീസെല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ പാർട്ടിയുടെ ചീത്തപ്പേര് മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ അതേ മുഖച്ചായുള്ള അവൻ്റെ അനിയനെ നമ്മൾ കാൻഡിഡേറ്റ് ആയിട്ട് നിർത്തണം. രാഷ്ട്രീയത്തിൽ സിമ്പതിയേക്കാൾ വേറെ വലുതായിട്ടൊന്നുമില്ലല്ലോ. കൊടിയുടെ അമ്മയെ കണ്ട് നേരിട്ട് സംസാരിച്ചാൽ നടക്കുന്ന നേതാവേ. ഞങ്ങളുടെ പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് അനൂപിനെ നിർത്താമെന്ന് വിചാരിക്കാമേ. വേണ്ട മോളെ, രാഷ്ട്രീയത്തിന് വേണ്ടി നേരത്തെ ഞാൻ 2 ജീവൻ ബലി കൊടുത്തതാ. ഇവനെങ്കിലും എനിക്ക് ജീവനോട് വേണം. ഞങ്ങൾക്ക് രാഷ്ട്രീയം വേണ്ട മോളെ. ഈ കുടുംബത്തിന്റെ സുഖദുഃഖത്തിൽ പങ്കുകൊണ്ടൊരു വ്യക്തിയായിട്ട് ഞാൻ ചോദിക്കാം. സമ്മതിക്കില്ലേ അമ്മേ? കൊടിയുടെ ആഗ്രഹം നിറവേറ്റുക എന്നുള്ളത് നമ്മുടെ കടമയല്ലേ അമ്മേ? അവൻ ജീവനോടെ ഇല്ലാതെ അവന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റിയിട്ട് എന്താ കാര്യം? വേണ്ട മോളെ, വിട്ടേക്ക്. അമ്മേ, ഞാൻ നിൽക്കാം അമ്മേ. അനൂപേ, നിനക്കൊന്നും അറിയില്ല. നീ മിണ്ടാതിരിക്കെ. എനിക്കെല്ലാം അറിയാം അമ്മേ. ഞാൻ നിൽക്കാം. ഞാൻ പറഞ്ഞ അനുസരിക്കില്ലേ? നീ അനുസരിക്കില്ലേ? നീയും കൂടി നഷ്ടപ്പെട്ടിട്ട് ഞാൻ അനാഥയാകാനാ? അകത്ത് പോടാ. ഞാൻ നിൽക്കാൻ തയ്യാറാ. എടാ, നിന്റെ അച്ഛനും ഏട്ടനും എന്റെ വാക്ക് കേൾക്കാതെ നമ്മളെ ഈ അവസ്ഥയിലാക്കിട്ട് പോയത്. നീയെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കും മോനെ. നീ പോയി എനിക്ക് ആരുമില്ലടാ. വേണ്ട മോനെ, വേണ്ട. നമുക്ക് രാഷ്ട്രീയം വേണ്ട മോനെ. ഞാൻ നിൽക്കാം. അനൂപേ, ഈ ഇടക്കാല തെരഞ്ഞെടുപ്പിൽ ജനനായക മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന കൊടിയുടെ അനുജൻ അനൂപ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. നന്നായി വാ, നന്നായി വാ. നേതാവേ, ഈ ഇലക്ഷനിൽ നമ്മൾ പങ്കെടുക്കണ്ട. പങ്കെടുത്താലും ജയിക്കാൻ പറ്റില്ലടാ. മെഴുകുതിരി ചിഹ്നം മറക്കല്ലേ മോളെ. ഞാൻ കറന്ന പാലാണ് സത്യം പറയാ. എന്റെ വോട്ട് അനൂപിനാ. നമസ്കാരം അമ്മേ. എന്നാ വരട്ടെ. ആ ചേട്ടാ നമസ്കാരം. നമുക്ക് വോട്ട് ചെയ്യാൻ മറന്നേക്കരുത് കേട്ടോ. ചേട്ടാ, ഈ സ്റ്റാൻഡ് ഇവിടെ വന്നത് തന്നെ കൊടുകാരനല്ലേ? ഇനി പറ, ഞങ്ങൾ ആർക്കാ വോട്ട് ചെയ്യണ്ടേ? എടാ മരങ്ങോന്നാ ഇങ്ങോന്നേ. ഞാൻ നേരത്തെ പറഞ്ഞതാ പിൻവലിക്കാന്ന്. ജയിക്കാൻ പോകുന്ന അവനാ. നമ്മൾ ഇതിനെ വെറുതെ നമ്മുടെ കയ്യിലുള്ള കാശുകളെന്നെ. സാർ, മൊത്തം 23 സ്വതന്ത്രരാ. അതിൽ 22 പേരും ഇന്നലെ തന്നെ വന്ന് നോമിനേഷൻ പിൻവലിച്ചിരിക്കുക. ഇനി ബാക്കിയുള്ളത് ഒരാൾ മാത്രം. സ്വതന്ത്രനാ, എനിക്ക് പിൻവലിക്കണം. സംസ്ഥാനത്ത് 2ാം തവണയാണ് ഓപ്പോസിഷൻ ഇല്ലാതെ MLA തെരഞ്ഞെടുക്കുന്നത്. ഈ ഇടക്കാല തെരഞ്ഞെടുപ്പിൽ അനൂപിനെ MLA ആയി തെരഞ്ഞെടുത്തതായി പ്രഖ്യാപിച്ചിരിക്കുന്നു. നമ്മുടെ പാർട്ടിക്ക് വേണ്ടി രുദ്രയ്ക്ക് ആശംസകളും അനുമോദനങ്ങളും ഞാൻ അർപ്പിക്കുകയാണ്. ഇത്രയും വലിയ വിജയം തന്നതിന് ഈ പ്രശംസ മാത്രം പോരെ നേതാവേ. വേറെന്താ നിനക്ക് വേണ്ടത്? പാർട്ടി നിർദ്ദേശിക്കാൻ വേണ്ടി പോകുന്ന രാജ്യസഭ MP 5 പേരിൽ എൻ്റെ പേരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ സന്തോഷമായിട്ട് എനിക്ക് പ്രവർത്തിക്കാൻ കഴിയായിരുന്നു. ആ യോഗ്യത എനിക്ക് ഇല്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണം നേതാവേ. രാഷ്ട്രീയ സാമർഥ്യവും ചാണക്യതന്ത്രവും അറിയുന്ന നിനക്ക് തീർച്ചയായിട്ടും അതിന് യോഗ്യതയുണ്ട്. ലിസ്റ്റിനകത്ത് രുദ്രയുടെ പേരോട് ചേർത്തോ. ശരി നേതാവ്. രാജ്യസഭാ MP ആയി സ്ഥാനമേറ്റതിനു ശേഷം ഇന്ന് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന കുമാരി രുദ്രയെ ഹാർദമായി നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. അവിടെ ഒന്ന് വണ്ടി നിർത്തണേ. ശരി മാഡം.
എന്താ അമ്മേ കാര്യം? അത്യാവശ്യമായിട്ട് കാണണമെന്ന് ഫോൺ ചെയ്തല്ലോ. അനൂപ് MLA ആയതിലും നീ MP ആയതിലും എനിക്ക് ഒട്ടും സന്തോഷം തോന്നുന്നില്ല മോളെ. എന്താ അമ്മേ? കൊടി പോയതിനു ശേഷം അനൂപിന്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങളുണ്ടായി. അവൻ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അതെന്താണെന്നറിയാൻ ഞാനൊരു ഡോക്ടറെ അടുത്ത് പോയി. ഈ കണ്ടീഷന്റെ പേര് ട്വിൻലെസ് ട്വിൻ. ഇരട്ടകളിൽ ഒരാൾ മരിച്ചു പോയാലും കൂടെയുള്ള മറ്റൊരാൾ മനസ്സുകൊണ്ട് ഇരട്ടകളെ പോലെ തന്നെയായിരിക്കും. വൺസ് എ ട്വിൻ ഓൾവേസ് എ ട്വിൻ. അമ്മയുടെ ഗർഭപാത്രത്തിൽ ജന്മമെടുത്ത് കൂടെയുണ്ടായിരുന്ന ഒരാൾ നഷ്ടമായി എന്നുള്ളത് മനസ്സ് അംഗീകരിക്കില്ല. ആ നഷ്ടം ബാലൻസ് ചെയ്യാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. ചിലർ മറ്റേയാൾ മരിച്ചത് എങ്ങനെയാണോ അതേപോലെ മരിക്കാൻ തുനിയും. മറ്റു ചിലരാകട്ടെ മരിച്ചവരുടെ ജീവിതം കൂടി ഏറ്റെടുക്കാൻ ആഗ്രഹിക്കും. ഇതിൽ നിങ്ങളുടെ മകൻ രണ്ടാമത്തെ വിഭാഗത്തിലാണ്. മരിച്ചുപോയ കൊടിയുടെ ശീലങ്ങളും പെരുമാറ്റങ്ങളും എല്ലാം അനൂപിന് വരാൻ കാരണം ഈ ശീലങ്ങളാണ്. ഇതൊരു അപാകതയായിട്ട് കാണേണ്ട കാര്യമില്ല. ട്വിൻസിൽ ഇത് കോമൺ ആണ്. ഇതുപോലുള്ള ആളുകൾക്ക് വേണ്ടി ഫേസ്ബുക്ക് പേജസ്, അവരുടെ പ്രശ്നങ്ങൾ ദൂരീകരിക്കാനുള്ള ബ്ലോഗ്സ് ഇപ്പോൾ ഇന്റർനെറ്റിൽ ഒരുപാടുണ്ട്. എങ്ങനെ നോക്കിയാലും നിങ്ങളുടെ മകൻ അനൂപ് ഇപ്പോൾ ഒരാളല്ല, 2 പേരാണ്. കൊടി എല്ലാവരെയും വിശ്വസിച്ച് നന്മകൾ ചെയ്യുന്ന ഒരു മുരടനെ. അനൂപാണെങ്കിൽ തനിക്ക് കിട്ടേണ്ടത് എങ്ങനെ സ്വന്തമാക്കുന്ന ബുദ്ധിശാലിയാണ്. ഇപ്പം മുരട്ടു സ്വഭാവം ബുദ്ധി സാമർഥ്യം ഒരുമിച്ച് പ്രതിഫലിക്കുന്ന ഒരു മനുഷ്യനായി മാറിയിരിക്കുക അനൂപ്. ഉണ്ണണം, ഉറങ്ങണം. നിങ്ങൾ പറയുന്നിടത്തൊക്കെ ഞാൻ സൈൻ ചെയ്യണം. ഞാൻ ഇത്രയും ചെയ്താൽ മതിയല്ലോ, റൈറ്റ്? അങ്ങനെയല്ല സർ, നിങ്ങൾ രാഷ്ട്രീയത്തിൽ ആദ്യമായിട്ടല്ലേ? ഞാൻ ജനിക്കുമ്പോൾ തന്നെ എൻ്റെ വീട്ടിൽ രാഷ്ട്രീയമുണ്ട്. എനിക്ക് രാഷ്ട്രീയം നന്നായിട്ടറിയാം. അത് ആർക്കൊക്കെ ചേരുമെന്നും അറിയാം. എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെയുള്ള ബിസിനസ് മാൻ, കോൺട്രാക്ടേഴ്സ്, എക്സ്പോർട്ടേഴ്സ്, അവരിൽ നിന്ന് എനിക്ക് വരാനുള്ള പണം വന്ന് ചേരണം. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ കൈക്കൂലി. പാർട്ടിക്ക് ഫണ്ട് കൊടുക്കലാണ് പതിവ്. ഇപ്പം MLAക്ക് മാത്രമായിട്ട് എങ്ങനെയാ മാഡം? വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ പണം മാത്രമല്ലേ ചോദിക്കുന്നുള്ളൂ. കൊടുത്തേക്ക്. നേരം വന്നിതാ, മനസ്സ് കൊതിക്കുന്ന യാമം വന്നിതാ, പട ഒരുക്കത്തിൽ മേളം കെട്ടിതാ, അതും കനലുള്ളിൽ വീണ്ടും കണ്ടിതാ. നമസ്കാരം സാർ. സോറി സാർ, ഒരു 10 മിനിറ്റ് ലേറ്റായി പോയി. ഇവരുടെ കാര്യം 15 വർഷം ലേറ്റ് തന്നെയാണ്. ആ മെർക്കുറി ഫാക്ടറിയുടെ പരിസരത്തുള്ള പ്രദേശങ്ങളിലെ എല്ലാ ജനങ്ങളുടെയും ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ് മൊത്തം നമ്മൾ തന്നെ വഹിക്കണം. അല്ല, അതിനുള്ള ഫണ്ട് എനിക്ക് ഡൊണേഷനായിട്ട് ഒരു 75 ലക്ഷം വന്നിട്ടുണ്ട്. അതിൽ നിന്ന് എടുത്ത് ചിലവാക്കാം. അതൊക്കെ ബ്ലാക്ക് മണിയല്ലേ, അതെങ്ങനെ കൊടുക്കുക? കള്ളനോട്ടല്ലല്ലോ, നല്ല നോട്ട് തന്നെയാ. എന്നാ തന്നോര് നല്ലവരല്ല. നിങ്ങൾ തന്ന ലിസ്റ്റ് വെച്ച് ഓരോരുത്തരുടെയും പേരിൽ ഞാൻ തന്നെ റെസിപ്റ്റ് തയ്യാറാക്കാം. അതോട് ചേർത്ത് കളക്ടർക്ക് കൊടുത്തേക്ക്. അവർക്കൊക്കെ ഇൻകം ടാക്സ് പ്രോബ്ലം വരില്ലേ? വരാൻ വേണ്ടിയല്ലേ കൊടുക്കാൻ പറഞ്ഞേ. ജനങ്ങൾക്കൊരു പ്രശ്നം വന്ന 5 പൈസ കൊടുക്കാത്തവന്മാരെ MLA വശത്താക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് പണം കൊടുക്കും. എനിക്ക് പണം തന്നവന്മാരുടെ ഇൻകം സോഴ്സ് കണ്ടെത്താൻ വേണ്ടി ഞാൻ IT ഡിപ്പാർട്ട്മെന്റിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അയാൾക്കൊന്നും അറിയില്ല, രാഷ്ട്രീയത്തിൽ തുടക്കക്കാരനാണെന്നല്ലേ പറഞ്ഞത്. ഞങ്ങളെ എടുത്തിട്ട് വരട്ടു. ഞങ്ങൾ അവിടെ നിന്ന് ഗെറ്റ് ഔട്ട് അടിച്ചു. അയാൾ അനൂപല്ല മാഡം, ആപ്പാണ്. നിങ്ങൾക്ക് നാളെ അത് മനസ്സിലാകും മാഡം. സർ, എന്താ വായി നോക്കി നിൽക്കുന്നേ? ഒരാളുടെ ജീവന്റെ വില എന്താണെന്ന് അറിയില്ലേ? ആംബുലൻസിന് ഫോൺ ചെയ്തിട്ടുണ്ട്. എന്നാ പിന്നെ വരുന്നവർ അവിടെ തന്നെ നിന്നോ. എന്റെ വണ്ടിയിലോട്ട് എടുത്ത് കയറ്റാം. എടോ, ഒന്ന് പിടിക്കേ. ഭരത്തെ, നീ കൂടെ പോ. ആ ശരി, ഞാൻ പോയിക്കോളാം. എടോ, ചീറ്റപ്പുലി ആടിനെ ആക്രമിച്ചപ്പോൾ തന്നെ ഇതിന് ആക്ഷൻ എടുക്കേണ്ടതല്ലേ? ഇപ്പം അയാളുടെ അവസ്ഥ ഒന്ന് നോക്കി. സോറി സാർ, ചീറ്റയുടെ വരവ് നിരീക്ഷിക്കാൻ വേണ്ടിയാ ക്യാമറ ഇവിടെ വെച്ചിരുന്നത്. കള്ളൂടിയന്മാര് അത് കട്ടുകൊണ്ട് പോയി വിൽക്കുക സാർ. അതുകൊണ്ട് ആരുടെ ജീവൻ പോലും ഒരു പ്രശ്നമില്ലെന്ന് കരുതിയല്ലേ? അല്ല സാർ, നഷ്ടപ്പെട്ട 6 ക്യാമറയിൽ 5 ക്യാമറ തിരിച്ചു കിട്ടി. ആ ഉൾക്കാട്ടിലെ ഒരു ക്യാമറ മാത്രമേ ഇനി തിരിച്ചു കിട്ടാനുള്ളൂ. ക്യാമറ കാണാതെ പോയി എന്നുള്ളത് സത്യമാണ് സർ. ഉൾക്കാട്ടിൽ വെച്ച ക്യാമറ മാത്രമേ എനിക്ക് കിട്ടാനുള്ളൂ. അത് കിട്ടിയ ഉടനെ അപ്പം തന്നെ നിങ്ങളെ ഇൻഫോം ചെയ്തു. ആ ശരി, ഞാൻ റെഡിയാക്കിക്കോളാം. അനൂപല്ലേ? അതെ. എന്താടി, വീട്ടുകാരുമായി സംസാരിക്കാൻ ഏട്ടനോട് പറയട്ടെ? ഛേ, അതിനൊന്നും ആവശ്യമില്ല ചേച്ചി. നിന്റെ കണ്ണ് കണ്ടാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞാലും എൻ്റെ മനസ്സറിയുന്ന അവസ്ഥയിലല്ല പുള്ളിയുള്ളത്. ഇപ്പൊ അദ്ദേഹം എന്റെ പുറകെ നടന്ന അനൂപല്ല, MLA അനൂപ. അദ്ദേഹത്തിന്റെ ജോലികളിൽ എന്നെ കൊണ്ട് പറ്റുന്ന സഹായം ചെയ്യാന്നുള്ളതാണ് എൻ്റെ സന്തോഷം. സൂക്ഷിച്ചോടി,
MLA പുറകിന് നിറയെ ആൾക്കാരുണ്ടാവും. ആരും നിന്നെ ക്രോസ് ചെയ്യാതെ നോക്കിക്കോ. എന്താ മാഡം, പുതിയ MLA ഫാക്ടറി വിഷയത്തിൽ കാശ് വാങ്ങി പേരെടുത്തല്ലോ. അല്ല, അവന് രാഷ്ട്രീയമൊന്നും അറിയില്ല. നിങ്ങൾ പറയുന്നത് പോലെ അനുസരിച്ചോളൂ എന്നല്ലേ പറഞ്ഞത്. സെൻട്രൽ ഗവൺമെന്റ് പ്രതീക്ഷിച്ച് അവസാനം സ്റ്റേറ്റ് വിട്ടുകളയരുത് കേട്ടോ. അത് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ബഹുമാനം കിട്ടും. പണ്ട് തൊട്ടേ അറിയാവുന്നതുകൊണ്ട് പറഞ്ഞതാ. കയ്യിൽ കിട്ടിയത് വിട്ടുകളയണ്ട. ഏർത്തി വാ. വരൂ. അനൂപേ, ആ കണ്ണാടി എടുക്ക്. മെർക്കുറി ഫാക്ടറിയായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇനി എന്നോട് ചോദിക്കാതെ ഒന്നും ചെയ്യരുത്. എൻ്റെ ജ്യേഷ്ഠൻ്റെ അവസാനത്തെ ആഗ്രഹം ഒന്നും ചെയ്യണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ വേണ്ടെന്നേ പറഞ്ഞുള്ളൂ. പിന്നെ എപ്പോ? അവിടുത്തെ ബാക്കിയുള്ള ആൾക്കാരെല്ലാം ചത്തു കഴിഞ്ഞതിന് ശേഷമാണോ? ഇത് കാരണം അനുഭവിക്കുന്നവരൊക്കെ ഞാൻ നേരിട്ട് കണ്ടതാ. നിങ്ങൾ ഒരുപക്ഷെ കണ്ടെങ്കിൽ അങ്ങനെ പറയില്ല. ഈ പ്രശ്നം ഇപ്പം നമ്മൾ കുത്തിപ്പൊക്കിയാ ജനങ്ങൾ കുറച്ച് കഴിയുമ്പോൾ അത് മറക്കും. നിനക്ക് വേണ്ടി ഒരു മന്ത്രിസ്ഥാനം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഞാൻ പറയുന്നത് കേട്ടാ അടുത്ത ഇലക്ഷനിൽ ഒരു സീറ്റ് നിനക്ക് ഉറപ്പാ. അടുത്ത ഇലക്ഷനിലെ സീറ്റോ പാർട്ടിയിലെ പോസ്റ്റോ ഒന്നും കണ്ടിട്ടല്ല ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നത്. എൻ്റെ വരവിന് 2 കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, എൻ്റെ ചേട്ടൻ തുടങ്ങി വെച്ച ഫാക്ടറിയിലെ പ്രശ്നങ്ങളൊക്കെ തീർക്കണം. 2, എൻ്റെ ചേട്ടനെ കൊന്നയാളെ കണ്ടുപിടിച്ച് കുടലുമാരെ പുറത്തെടുക്കണം. ഇത് തടയാൻ നിങ്ങളെന്നല്ല ദൈവം വിചാരിച്ചാലും പറ്റില്ല. കരളില്ല നിനക്കിനി കരുണയുമില്ല, ഇവൻ തോൽവിയറിയാത്ത മാനവ ജന്മം. കരളില്ല നിനക്കിനി കരുണയുമില്ല, ഇവൻ തോൽവിയറിയാത്ത മാനവ ജന്മം. ഗവൺമെൻറ്റിലെ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിനോട് ഇതിനെക്കുറിച്ച് പറയണം, ആരോടൊക്കെ ഇതിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കണം, എല്ലാ ഡീറ്റെയിൽസും ടോപ്പ് ടു ബോട്ടം എനിക്ക് വേണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും എനിക്ക് മീറ്റ് ചെയ്യണം. നമസ്കാരം സാർ. മെർക്കുറി ഫാക്ടറിയുടെ കാര്യത്തിൽ MLA നിങ്ങളോട് വരാൻ പറഞ്ഞില്ലേ? മദ്രാസിലൊരു മരണമുണ്ട്, അത്യാവശ്യം. എന്റെ ഭാര്യ കാല് തെറ്റി വീണിട്ട് മൂക്കിന്റെ പാലും താടിയിലും ഒഴിവില്ല, തലയ്ക്ക് മേലെ ജോലിയാ. എല്ലാരും ഓരോ കാരണം പറഞ്ഞ് ഒഴിയുക. പാർട്ടിയുടെ മേലെ തട്ടിന്ന് അനുവാദം ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പാടില്ല. ആവശ്യമില്ലാതെ ഇടത്തോട് വഴക്കിടാതെ അവർ പറയണ പോലെ നടക്കാം. എന്താ അനൂപേ, ഒരാള് പോലും വന്നില്ലേ? ഇത് മുന്നിക്കണ്ട. ഈ എടുത്തു ചാട്ടമൊന്നും വേണ്ടാന്ന് പറഞ്ഞത്. രാഷ്ട്രീയം എന്ന് പറയുന്നത് നീ വിചാരിക്കുന്നത് പോലെ ഒരു കൂടാരത്തിനകത്ത് ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ല. അതൊരു കടല. സ്വന്തമായിട്ടൊരു പദവി ഇല്ലെങ്കിൽ നീ ഫ്യൂസ് ആയ ബൾബ് പോലെയാ. അനൂപ് മനസ്സിലാക്കേണ്ടത്, പാർട്ടി ഇല്ലെങ്കിൽ യു ആർ ജസ്റ്റ് എ സിംഗിൾ മാൻ. ജസ്റ്റ് എ സിംഗിൾ മാൻ. എല്ലാവരും ജനിക്കുമ്പോൾ സിംഗിളാണ് മാഡം. ഞാൻ ജനിച്ചപ്പോഴേ ഡബിളാ. ഈ പ്രശ്നം നിയമത്തിന്റെ വഴിക്ക് എന്നെ തീർക്കാന്നാ വിചാരിച്ചത്. എന്നാൽ ഇതൊരു പ്രക്ഷോഭമായിട്ട് മാറ്റണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹം പോലെ നടക്കട്ടെ. അനൂപേ, നീ എത്ര കൂവി വിളിച്ചാലും ഒരു കാക്ക പോലും പങ്കെടുക്കില്ല. ആൾക്കാരെ കൂട്ടുന്നത് ഒരു കലയാ. അത് നിനക്കറിയില്ല. ആൾക്കാരെ ആരും കൂട്ടേണ്ട കാര്യമില്ല, താനേ വന്ന് ചേർന്നോളൂ. അതെങ്ങനെയാണെന്ന് കണ്ടോ. കാഴ്ചയിൽ പളപളാന്ന് മിന്നിത്തിളങ്ങുന്ന മെർക്കുറിയാണ് ലോകത്തിലെ 2ാമത്തെ കൊടും വിഷമെന്ന് പറയപ്പെടുന്നത്. മണ്ണിലൂറി കുറച്ചു കാലങ്ങൾക്ക് ശേഷം സാധാരണ മെർക്കുറി മീഥൈൽ മെർക്കുറിയായി മാറി അതികഠിനമായ വിഷമായി മാറും. നിങ്ങളിൽ എത്ര പേർക്ക് ഇതിൻ്റെ ഭവിഷ്യത്തിനെ പറ്റി ബോധ്യമുണ്ടെന്ന് എനിക്കറിയില്ല. ഈ വീഡിയോ ഫോർവേഡ് ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നത്, ലൈക്ക് ചെയ്യുന്നത്, കമൻറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് മാത്രമായില്ല. കളത്തിലിറങ്ങണം, പോരാടണം. ഇഫ് യു ഓൾ കം ടുഗദർ, ഇഫ് യു ഓൾ ജോയിൻ യുവർ ഹാൻഡ്സ്, വി ക്യാൻ സ്റ്റിൽ മേക്ക് എ ഡിഫറൻസ്. നിങ്ങൾക്കാർക്കെങ്കിലും സാമൂഹ്യ ബോധം ഉണ്ടെങ്കിൽ, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ജസ്റ്റ് ഗിവ് മി എ പിങ്. ഇതുവരെ നിങ്ങൾ നഗരസഭയുടെ മൈതാനത്തിൽ സർക്കസ് കണ്ടിട്ടുണ്ടാവും, എക്സിബിഷൻ കണ്ടിട്ടുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് സ്റ്റുഡൻസിന്റെ പവർ എന്താണെന്ന് നേരിട്ട് കാണാം. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് മെർക്കുറി ഫാക്ടറിയുടെ വേസ്റ്റ് മാറ്റാൻ വേണ്ടിയുള്ള പ്രക്ഷോഭം നടത്താൻ പോവുക എന്റെ ലീഡർഷിപ്പിൽ. മാഡം, എന്റെ ഫോട്ടോ ആരാ ബിറ്റ് നോട്ടീസിൽ പ്രിന്റ് ചെയ്തത്? ഇതിനിത്ര ടെൻഷൻ എടുക്കേണ്ട കാര്യം എന്താ മാഡം? അങ്ങോട്ട് നോക്ക്. മോളെ, നമ്മുടെ പാർട്ടി MLA ഒറ്റയ്ക്കൊന്ന് കലക്കുകയാണല്ലോ. നീ ഒരു MP യാ, മാത്രമല്ല ജില്ലാ സെക്രട്ടറിയും കൂടിയാ. നീയല്ലേ മുമ്പിൽ നിൽക്കേണ്ടത്.
ആ മെർക്കുറി ഫാക്ടറിയുടെ കേസ് നമ്മുടെ സർക്കാർ നേരിട്ട് നടത്തുമെന്ന് നീ വേദിയിൽ കയറി പറ. ഇന്ന് വൈകുന്നേരത്തിലെ ന്യൂസില് നമ്മുടെ പാർട്ടിയെ പറ്റി മാത്രമേ എല്ലാവരും പറയാൻ പാടുള്ളൂ. മനസ്സിലായോ? ശരി നേതാവേ. ശുദ്ധീകരിക്കണം, ശുദ്ധീകരിക്കണം. മെർക്കുറി മാലിന്യം ശുദ്ധീകരിക്കണം. ഇന്ന് ഞങ്ങൾ ആരംഭിച്ച ഒരു ചെറിയ സമരത്തെ ഒരു മഹാപ്രക്ഷോഭമാക്കി മാറ്റിയ ആദരണീയായ ബഹുമാനിയായ കുമാരി രുദ്ര അവർകളെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എത്ര കൂവി വിളിച്ചാലും ഒരു കാക്കയും കുരുവിയും പോലും വരില്ല എന്ന് പറഞ്ഞിടത്ത് ഇത്രയും ജനങ്ങളോടൊപ്പം നിങ്ങൾ ഇവിടേക്ക് വന്നിരിക്കുക. മൈക്ക് ജനങ്ങൾ ഒന്നിച്ചേറ്റെടുത്ത പോരാട്ടം ഇതുവരെ തോറ്റ ചരിത്രമില്ല. ഇതും വിജയിക്കുമെന്ന വിശ്വാസമുണ്ട്. മെർക്കുറി അവശിഷ്ടങ്ങൾ എടുത്തു മാറ്റുക. തെറ്റ് ചെയ്തവരുടെ മേൽ കേസ് ചാർജ് ചെയ്ത് നടപടികൾ തീർച്ചയായും എടുത്തിരിക്കും. ബാധിക്കപ്പെട്ടവർക്കെല്ലാം. നിങ്ങൾ പറഞ്ഞ നല്ല കാര്യത്താണ്. ഈ പ്രശ്നം കുറെ കാലമായിട്ട് ഒരു അവസാനം ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുക. ഇതിനെപ്പോ ഒരു പരിഹാരം കാണുമെന്ന് നിങ്ങൾ തന്നെ പറയുകയാണെങ്കിൽ ഒരു 3 മാസത്തിനുള്ളിൽ, ഒരാഴ്ചക്കുള്ളിൽ ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം കാണാൻ വേണ്ടി സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തുമെന്നാണ് നമ്മുടെ MP നമുക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത്. വളരെ നന്ദിയുണ്ട് മാഡം. ഒരാഴ്ചയ്ക്കുള്ളിൽ നമ്മുടെ സർക്കാർ ഈ കേസ് ഏറ്റെടുത്ത് നടത്തുമെന്ന് ഞാൻ അറിയിച്ചുകൊള്ളുന്നു. അല്ല മാഡം, കൊടി പറക്കുന്നുണ്ടല്ലേ? മനുഷ്യനിവിടെ തല പോഞ്ഞിരിക്കുക, അതിനിടയ്ക്ക് അവിടെ കോപ്പിലെ മരുന്ന് കഴിക്കാൻ പറയല്. ചേട്ടാ, എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നേ? ദേഷ്യപ്പെടാതെ, അടുത്ത ആഴ്ച കേസ് അവസാനിക്കാൻ പോവാ. അറിയോ നിനക്ക് പാർട്ടി എന്താ ചെയ്യാൻ പോണേ? ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാ, ഇനി ഒരിക്കൽ കൂടി ജയിലിൽ പോകേണ്ടി വന്നാൽ ഞാൻ മാത്രമായിരിക്കില്ല, കൂടെ വരാൻ നീ നേതാവും റെഡിയായിരുന്നു. ചേട്ടാ, അവനെ എങ്ങനെ ഓഫാക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വിശ്വസിക്കേ, ഞാനെന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചേട്ടൻ കണ്ടോ? നേരത്തെ പരിചയമുള്ള സ്ഥലമായതുകൊണ്ട് കൃത്യമായിട്ട് വന്നല്ലോ. ചീറ്റപ്പുലിയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ വേണ്ടി വനം വകുപ്പ് കൊണ്ടുവന്ന് വെച്ച ക്യാമറ ഏതോ കള്ളന്മാർ കട്ടുകൊണ്ട് പോകുമ്പോൾ അവരെ കസ്റ്റഡിയിലെടുത്ത നമ്മുടെ ഇൻസ്പെക്ടർ അത് ഭദ്രമായി സൂക്ഷിക്കാൻ എൻ്റെ അടുത്ത് കൊണ്ടുതന്നു. എത്രയാ നീ പ്രതീക്ഷിക്കുന്നത്? പുതുതായിട്ട് പോസ്റ്റിംഗ് ഒക്കെ കിട്ടിയതല്ലേ, ഇപ്പൊ പണം വന്ന് കുമിയുന്നുണ്ടാവും. അപ്പൊ വിലപേശലിന് ആവശ്യമുണ്ടോ? വേറെന്താ വേണ്ടത്? കൂടിയേ ഇല്ലാതാക്കാൻ ഞങ്ങൾ ശ്രമിച്ചതാ. നിങ്ങൾ ചെയ്തത് എന്തായാലും ഞങ്ങൾക്കും ഗുണമായി. എന്നാൽ ഇപ്പം ചെയ്യുന്നത് ഞങ്ങൾക്കെതിരായിട്ടാ. ആ അനൂപില്ലേ, മെർക്കുറി ഫാക്ടറി പ്രശ്നം വീണ്ടും കുത്തിവെക്കുക. അവനെയും കൂടി ഒന്ന് ഓഫാക്കി തന്നാൽ മതി. ഓഫ് ചെയ്യുന്നു. ഒരാഴ്ചക്കുള്ളിൽ ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം കാണാൻ ബുദ്ധിശാലിയാ. എന്റെ 40 വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇതുപോലെ ഒരുത്തനെ കണ്ടിട്ടേ ഇല്ല. ഇങ്ങോട്ട് വാടാ. നീ ദിവസേന 4 മാസമായിട്ട് ഇവിടെ വരുന്നത് ശ്രദ്ധിച്ചോണ്ടിരിക്കുക. പിന്നെ 40 വർഷം ഇവിടുത്തെ കണക്കാടാ. എന്നെ ദേഷ്യം പിടിപ്പിക്കാനാ? അതല്ല, പ്രധാന തലക്കെട്ടില് പ്രധാന വാർത്തയോ? 3ാമത്തെ പേജിലെത്തോളെ? ഇല്ല, ആദ്യത്തെ പേജ് വായിച്ചു കഴിഞ്ഞില്ല. 3 മണിക്കൂറായി, ആദ്യത്തെ പേജ് ഇതുവരെ വായിച്ചു കഴിഞ്ഞിട്ടില്ല. എടാ, പാർട്ടി ഓഫീസിൽ ചായ കുടിക്കാൻ വന്നാലടാ. അതെ സാർ. എന്നാ കുടിച്ചിട്ട് മര്യാദക്ക് പോകാൻ പാടില്ലേ? ദിവസം വരും പാർട്ടി ഓഫീസിൽ. 6 മാസം കൊണ്ട് 1 വർഷത്തെ ചായ കുടിച്ച് തീർക്കും. പിന്നെ വോട്ട് ചെയ്യാൻ വേറെ കാശും മേടിക്കും. പറയ് മാഡം, എന്തിനാ എന്നോട് വരാൻ പറഞ്ഞത്? ക്യാമറ എൻ്റെ അടുത്ത് തരാൻ പാടില്ലായിരുന്നോ? ഞാനിന്ന് ഭരണകക്ഷി MP യാ, നാളത്തെ മിനിസ്റ്ററും കൂടിയാ. ഞാൻ വിചാരിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി പലതും ചെയ്യാൻ പറ്റും. നല്ലൊരവസരം മിസ്സാക്കിയത്. ജീവിതത്തിൽ എല്ലാവർക്കും ഒരു പ്രാവശ്യം അവസരം കിട്ടാറുള്ളൂ. ഞാൻ കാരണം നിങ്ങൾക്ക് 2ാമത്തതാ ഇത്. ആലോചിച്ച് നോക്ക്. ഇൻസ്പെക്ടറായിരിക്കുന്ന നിങ്ങൾ ADSP, DSP, SP എന്ന് ഉയർച്ചയിലേക്ക് പോവും. ഞാൻ പറയുന്നത് അനുസരിച്ച. എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് പറ. ഗോവിന്ദൻ ഇല്ലാതാവണം. കേട്ട ഉടനെ പേടിച്ചു പോയോ? നിങ്ങളൊക്കെ എങ്ങനെ ഇൻസ്പെക്ടർ ആയത്? അതല്ല മാഡം, അവൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോൾ എൻ്റെ മുമ്പിൽ കൈയും കെട്ടി നിന്നവനാ. ഇപ്പൊ കുറച്ച് സ്ഥാനമാനങ്ങളൊക്കെ കിട്ടിയപ്പോ എന്നെ അടിമയെ പോലെ കാണുന്നേ. എന്നാലും ഒരേ കാറ്റഗറി അല്ലേ, എന്തെങ്കിലും ഹെൽപ്പ് കിട്ടുമെന്ന് വിചാരിച്ചു. നിങ്ങളത് ചെയ്തു തരാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് വേറെന്താ വേണ്ടത്? അവനെ ഞാൻ തന്നെ തീർത്തോളാം. എപ്പോ എവിടെ വെച്ച് വേണമെന്ന് പറ. അവനന്വേഷിച്ച് നിങ്ങൾ പോണ്ട. നമുക്ക് വേണ്ടി അവനിപ്പോ വെയിറ്റിംഗാ. ആ ഗൺ വേണ്ട, അത് ഡിപ്പാർട്ട്മെന്റിൻ്റെതാ. ഇത് മതി. ഹലോ സർ, MLA ഇങ്ങോട്ട് വന്നിട്ട് പോയായിരുന്നു. കാണാതെ പോയ ക്യാമറ കണ്ടുപിടിച്ചില്ലെന്ന് ചോദിച്ചിട്ടാ പോയത്. എന്താടോ ഇത്? MLA വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ അറിയില്ലേ? ഇനി ക്യാമറയുടെ കാര്യം എന്നോട് ചോദിച്ചാൽ മതി എന്ന് പറ. MLA വിളിക്കുന്നത്.
സ്പീക്കർ ഓൺ ചെയ്ത് സംസാരിക്കേ. നമസ്കാരം സാർ. എവിടെയുള്ളത്? ഒരു അത്യാവശ്യ കാര്യത്തിന് പുറത്ത്. അതാ ചോദിച്ചത് എവിടെയാണെന്ന്. കോയമ്പത്തൂരിൽ നിന്ന് പൊള്ളാച്ചിക്ക് വന്നോണ്ടിരിക്കുക. ഒരു 5 മണിയാകുമ്പോഴേക്ക് എത്തും. വന്ന ഉടനെ എന്നെ ഒന്ന് കാണാം. ഓക്കെ സാർ. കോയമ്പത്തൂരിൽ നിന്ന് പൊള്ളാച്ചിക്ക് പോകണമെന്ന് എന്നോട് പറഞ്ഞു. പക്ഷേ ട്രെയിൻ ക്രോസ് ചെയ്ത ശബ്ദം കേട്ടു. കോയമ്പത്തൂരിൽ നിന്ന് പൊള്ളാച്ചിക്ക് ട്രെയിനൊന്നും ഇല്ലല്ലോ. അതെ, അപ്പോൾ പഴനിയിൽ നിന്ന് പൊള്ളാച്ചിലേക്ക് പോകുന്ന റൂട്ടിലായിരിക്കും. 5 മണിക്ക് എന്നെ ഒന്ന് കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ സമയം വെച്ച് നോക്കുമ്പോൾ അയാൾ പഴനിയിൽ തന്നെ ഉണ്ടാവാൻ സാധ്യത. എന്തിനായിരിക്കും എന്നോട് കള്ളം പറഞ്ഞ? അയാളെന്തോ മറക്കുന്നുണ്ട്. നീ ഇൻസ്പെക്ടറുടെ വീട്ടിൽ പോ, ഞാനൊന്ന് നോക്കട്ടെ. ശരി. പ്രശ്നം ഒരു ദിവസം കൊണ്ട് തീർക്കണമെന്ന് പറഞ്ഞിട്ട് കോംപ്രമൈസ് നാളെ കൊണ്ട് വന്നിരിക്കുകയാണോ? നിനക്ക് വേണ്ടി എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു? എൻ്റെ കയ്യിലുള്ള എവിഡൻസിന്റെ വെയിറ്റ് നിനക്കറിയില്ല. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് നീ കണ്ടോ? തിടുക്കം കൂട്ടാതെ ഗോവിന്ദ. എന്റെ എപ്പോ ആരംഭിക്കണമെന്നും എപ്പോ അവസാനിപ്പിക്കണമെന്നും എനിക്കറിയാം. അതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ഈ എവിഡൻസ് വെച്ച് കാത്തിരിക്കാൻ എന്നെ കൊണ്ടാവില്ല. നീ ആരാണെന്ന് ഞാൻ ഈ നാടിനെ കാണിച്ചു കൊടുക്കും. നീ സെൻട്രൽ മിനിസ്റ്റർ ആവാൻ വേണ്ടിയല്ലേ ഈ പണിയൊക്കെ എടുക്കുന്നത്? നിന്നെ സെൻട്രൽ ജയിലിലേക്ക് അയക്കാൻ പോവാ ഞാൻ. എന്നീ കാണിക്കുന്നേ? നിനക്ക് എന്തെല്ലാം ഞാൻ ചെയ്തു തന്നു? നമ്മളെല്ലാം ഒറ്റക്കെട്ടല്ലടാ. എടാ പറയുന്നത് കേൾക്കാ, തോക്ക് മാറ്റുവേ. രുദ്ര, വേണ്ടെന്ന് പറയുന്നവനോട്. നീ പറയുന്നതൊക്കെ ഞാൻ അനുസരിക്കാം. അവനോട് പറയാം. അപ്പ മെമ്മറി കാർഡ് എടുത്ത് നിന്റെ കൈകൊണ്ട് തന്നെ കത്തിക്ക്. വേഗം ചെയ്യടാ. മതിയാ? കഴിഞ്ഞില്ലേ? നീ അവന്റെ കാര്യം തീർന്നു. അരുത്, ഞാൻ കളഞ്ഞില്ലേ അത്? ഏയ് 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 അതല്ല മാഡം, അവൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോ എന്റെ മുമ്പിൽ കൈയും കെട്ടി നിന്നവനാ. ഇപ്പൊ കുറച്ച് സ്ഥാനമാനങ്ങളൊക്കെ കിട്ടിയപ്പോ എന്നെ അടിമയെ പോലെ കാണുന്നേ. അവനെ ഞാൻ തന്നെ തീർത്തോളാം. എപ്പോ എവിടെ വെച്ച് വേണമെന്ന് പറ. ആ തോക്കിന്ന് ഞാൻ ബുള്ളറ്റ്സ് എടുത്തില്ലായിരുന്നെങ്കിൽ ഇപ്പൊ നീ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. ഇതുകൊണ്ടാ കണ്ണുടച്ച് ആരെയും വിശ്വസിക്കരുതെന്ന് പറഞ്ഞത്. നമ്മൾ പൊളിറ്റീഷ്യൻസാ. നമ്മൾ തന്നെ വേണം നമ്മുടെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ. ഇപ്പൊ നിന്നെ നിന്റെ പാർട്ടിയെ രക്ഷിക്കാൻ ഞാനല്ലാതെ മറ്റാരുമില്ല. ഇനി ഇതുപോലുള്ള ക്യാമറ അഭ്യാസങ്ങളൊന്നും എൻ്റെ അടുത്ത് എടുക്കരുത്. നീ എന്റെ ശത്രുസ്ഥാനത്ത് നിൽക്കാതെ എന്റെ കൂടെ നിന്ന് നിനക്കായിരിക്കും ഗുണം. ഗണ്ണിലെ കൈരേഖയെല്ലാം തുടച്ചു കളഞ്ഞിട്ട് വർക്ക് പ്രഷറിൽ സൂയിസൈഡ് ചെയ്യാൻ പോവാണെന്ന് ഒരു ലെറ്റർ എഴുതി അവന്റെ പോക്കറ്റിൽ വെക്കും. എന്നിട്ട് ഈ ഡെഡ് ബോഡി എടുത്ത് സൈഡിലേക്ക് മാറ്റും. ആ, ഇതെല്ലാം എൻ്റെ അടുത്തിരിക്കട്ടെ. പുറപ്പെട്ടു, അങ്ങോട്ട് വന്നോണ്ടിരിക്കാം. അവസാനം നിങ്ങളുടെ ഫോണിലേക്കാ കോൾ വന്നത്. SI സ്വയം ആത്മഹത്യ ചെയ്തതായിട്ട് റിപ്പോർട്ട്. മുകളിൽ നിന്നുള്ള പ്രഷർ താങ്ങാൻ വയ്യാതെ ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്. ഇത് കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ നിങ്ങളുടെ ചേട്ടന്റെ കൊലപാതകം അന്വേഷിക്കാൻ വേണ്ടി നിങ്ങൾ അദ്ദേഹത്തിന് പ്രഷർ കൊടുത്തിട്ടുണ്ടോന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് സാർ. എന്താ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നെ? അല്ല മാഡം, ഇൻസ്പെക്ടർ ചെയ്ത സൂയിസൈഡിന് ഇദ്ദേഹത്തിന് എന്തെങ്കിലും പങ്കുണ്ടോന്ന് അന്വേഷിക്കാൻ വന്നതാ. ഇദ്ദേഹം കാരണമെന്ന് ആരാ നിങ്ങളോട് പറഞ്ഞത്? കിട്ടിയ എവിഡൻസ് എല്ലാം ഇദ്ദേഹത്തിന് എതിരാണ് മാഡം. അതുകൊണ്ട് ഒരു ഭരണകക്ഷി MLA നിങ്ങൾ എൻക്വയറി ചെയ്യൂ? നിങ്ങളോട് പറഞ്ഞ ഉദ്യോഗസ്ഥരോട് എന്നോട് സംസാരിക്കാൻ പറ. ദയവായിട്ട് ഇവിടുന്ന് പോണം പ്ലീസ്. അല്ല മാഡം, ഞാൻ പ്ലീസ്. എന്തിനൂപേ എല്ലാ കാര്യത്തിനും ഇങ്ങനെ തിടുക്കം കാണിക്കുന്നേ? കൊടി നിന്റെ ജ്യേഷ്ഠനായിരുന്നെങ്കിൽ എനിക്കെല്ലാമായിരുന്നു അവൻ. കൊന്നവരെ എങ്ങനെയെങ്കിലും ഞാൻ കണ്ടുപിടിക്കില്ലേ? നാളെ ഞാൻ സെൻട്രൽ മിനിസ്റ്റർ ആവുന്നുള്ള അനൗൺസ്മെന്റ് വരും. അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇപ്പൊ നീ ഒരു MLA. നീ ചെയ്യുന്ന തെറ്റ് പാർട്ടിയെ കൂടിയെ ബാധിക്കാം. കൊടി മരിച്ചപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? അന്ന് ഞങ്ങൾ ഒരുമിച്ചുള്ള ഫോട്ടോ നാട് മുഴുവൻ ഒട്ടിച്ചിരുന്നു. ഞാൻ അവനോട് അല്ല അദ്ദേഹത്തോട് മീറ്റ് ചെയ്ത് ദേഷ്യത്തില് അവനെ
കൊടി മരിച്ചപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? ഇങ്ങനെ തന്നെയാ. ഞാൻ സംശയം ചോദിച്ചേനെ എന്നെ അടിച്ചിട്ട് അവൻ നിൽക്കാതെ പോയി കളഞ്ഞു. കൊടി മരിച്ചപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? കൊടി ഏടത്തിയാണോ നീ സംശയിക്കണേ? കൊടിയാണോ ഇവൻ? കൊടിയാണോ എന്ന് പറ. കൊടിയായിരുന്നെങ്കിൽ എന്നെ ഇങ്ങനെ സംശയിക്കായിരുന്നു. അന്ന് കൊടി എനിക്ക് ഫോൺ ചെയ്ത് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. എനിക്കുണ്ടായിരുന്ന ടെൻഷൻസ് കൊണ്ട് ഞാൻ പോയില്ല. ഒരുപക്ഷെ പോയിരുന്നെങ്കിൽ ഇന്നവൻ ജീവനോടെ ഉണ്ടാവുമായിരുന്നു. നീ എന്നോട് ഇങ്ങനെ സംസാരിക്കില്ലായിരുന്നു. ഇത് കുറച്ച് ഓവറായിട്ടാ. എന്തിനാ ഒരു കാര്യമില്ലാതെ ഏടത്തിയെ ചോദ്യം ചെയ്യാൻ പോയത്? കാര്യമുണ്ട്. ഇൻസ്പെക്ടർ അന്വേഷിച്ചു പോയപ്പോൾ അയാൾ മരിച്ചു കിടക്കുകയായിരുന്നു. അയാളുടെ ഫോണിൽ ആരോ പല പ്രാവശ്യം വിളിക്കുന്നതായിട്ട് കണ്ടു. ഞാൻ ഈ കൊലപാതകം തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എന്നെ വിശ്വസിക്കും. എൻ്റെ സ്ഥാനം പോയ വിഷമത്തിൽ ഞാൻ ഗോവയിൽ പോയി വിശ്രമിക്കുമ്പോഴാണ് ആ ഇൻസ്പെക്ടർ എന്നെ ഫോൺ ചെയ്തേ. കൊടിയെ കൊന്നത് ഞാനാണെന്നും അതിൻ്റെ ഫോൺ കോൾ എവിഡൻസ് ഉണ്ടെന്നും പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി ബ്ലാക്ക്മെയിൽ ചെയ്ത് ലക്ഷക്കണക്കിന് രൂപ എൻ്റെ അടിച്ചു മാറ്റി. ഞാൻ പറയുന്നത് സത്യം. നിന്റെ ചേട്ടൻ്റെ കൊലപാതകമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഞാൻ ആളുകളെ അയച്ചു എന്നുള്ളത് സത്യം തന്നെ. പക്ഷെ അവരെല്ലാവരെയും കൊടി അടിച്ച് ഓടിക്കുകയാണ് ചെയ്തേ. സംശയം ഉണ്ടെങ്കിൽ അന്ന് കൊടിയുടെ കൂടെ ഉണ്ടായിരുന്ന രുദ്രയോട് ചോദിച്ചു നോക്കി. ഈ ദുഷ്ടം പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശ്വസിച്ച് ഏടത്തിയെ സംശയിക്കുകയാണല്ലേ? വിശ്വസിക്കണോ വേണ്ടയോ നാളെ തീരുമാനിക്കാം. ബഹുമാനപ്പെട്ട നാട്ടുകാരെ, ആദരണീയായ കുമാരി രുദ്ര അവർകൾ 2 ദിവസത്തിനകം മന്ത്രിയായി ചുമതലയേൽക്കാൻ പോവുകയാണ്. അതൊരാഘോഷമാക്കി മാറ്റാൻ എൻ്റെ നേതൃത്വത്തിൽ പാർട്ടിയിൽ അംഗങ്ങളെ ചേർക്കാൻ വേണ്ടി ജില്ലയ്ക്കൊരാൾ എന്ന വിധം 7 പേരെ ഞാൻ നിയമിച്ചിരിക്കുകയാണ്. ആ 7 പേർക്കും ഐശ്വര്യമുള്ള ആ കൈകൾ കൊണ്ട് തന്നെ പാർട്ടി അംഗത്വം കൊടുത്ത് അവരെ വരവേൽക്കണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ്. എന്തുപറ്റി? 7 പേർക്ക് അംഗത്വം കൊടുത്തപ്പോഴത്തേക്ക് അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. ദേഹമെല്ലാം വേർക്കുന്നു, കണ്ണൊക്കെ തുടിക്കുന്നു, കൈയൊക്കെ വിറയ്ക്കുന്നു. പാർട്ടിയിൽ ആളെ ചേർക്കുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാവും. എൻ്റെ ചേട്ടനെ കൊന്നതാരാന്ന് എനിക്കറിയില്ല. ഇവിടെ വന്നവരും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണെന്നും എനിക്കറിയില്ല. എന്നാൽ നിങ്ങളെന്തോ എന്നിൽ നിന്ന് മറക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. സത്യം ഒരു കുഞ്ഞിനെ പോലെയാണ്. അതിന് ഇരുട്ടെപ്പോഴും പേടിയായിരിക്കും. എന്നാൽ ഒരു ദിവസം അത് തുള്ളിക്കളിച്ച് വെളിച്ചത്തിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ എൻ്റെ ചേട്ടൻ്റെ കൊലയാളിക്ക് എന്ത് ശിക്ഷ കൊടുക്കണമെന്നൊന്ന് ആലോചിച്ച് വെക്കുക. എന്നെ കണ്ട കൊടിയല്ലെന്ന് ആരും പറയില്ല. രാഷ്ട്രീയത്തിൽ എനിക്ക് ഒത്തിരി നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ കൊടിയുടെ നഷ്ടം എനിക്ക് വളരെ വലുതാണ്. കൊടിയെ കൊന്നത് ആരെന്ന് കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ ഞാൻ നിന്നെ സഹായിക്കാം. അതിനുവേണ്ടി നീ എന്ത് വേണമെങ്കിലും ചെയ്തു. ചേട്ടനെ കൊന്നവനെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു വന്നവൻ ഇപ്പൊ എന്നെയാ നോട്ടിട്ടിരിക്കുന്നത്. നിങ്ങളുടെ പ്രശ്നം മാത്രം എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നാളെ കോർട്ടിൽ ഫൈനൽ ഹിയറിംഗ് അറിയാലോ. ഫൈനൽ ഹിയറിംഗിന് കോടതിയിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഫാക്ടറിയിൽ നിന്ന് വേസ്റ്റ് മാറ്റിയിട്ടില്ല എന്നുള്ളതിൻ്റെ ആധികാരിക രേഖയാണിത്. അനൂപ് ആ രേഖകൾ കോർട്ടിൽ സബ്മിറ്റ് ചെയ്യാൻ പാടില്ല. ഇത് തടയാൻ വേണ്ടി അവരെന്ത് നാറിയ കളിയും കളിക്കും. അതെല്ലാം മറികടന്ന് നമ്മൾ എങ്ങനെയെങ്കിലും ഇത് സബ്മിറ്റ് ചെയ്തേ പറ്റൂ. ആ രേഖകൾ മാത്രമല്ല, അവനെയും ചേർത്തില്ലാതാക്കണം. കുറച്ച് നീങ്ങിരിക്കേ. ചേട്ടാ, അവൻ കോടതിയിലേക്കല്ല, ഞങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. അതെയോ? എന്നാ അവളെ വിടരുത്, മാച്ചിയടാ. ചേട്ടാ, ആ പെണ്ണ് ഇവിടെ തന്നെയുണ്ട്. അപ്പൊ അനൂപാണ് കോടതിയിലേക്ക് പോകുന്നത്. ഫയൽ അവന്റെ കയ്യിലായിരിക്കും.
എല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ആ രുദ്ര ഇപ്പൊ എവിടെയാടാ? ഇനി ഏടത്തിയെ സംശയിച്ച് എന്നോട് സംസാരിച്ചാ ഞാൻ പിന്നെ അവനോട് മിണ്ടുകയില്ല. വന്ന് ഭക്ഷണം കഴിച്ചിട്ടങ്ങ് പോകും. ശരി ശരി പോട്ടെ വിട്. അവൻ തന്നെയാ. പറ കൂടി. ഞാൻ കോടതി ആവശ്യത്തിന് കോയമ്പത്തൂർ പോവുക. ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കണം. അമ്മയും നീയും ഒരു കാരണവശാലും പുറത്തിറങ്ങാൻ പാടില്ല. ആര് വന്ന് വിളിച്ചാലും, പ്രത്യേകിച്ച് രുദ്ര. പറഞ്ഞു കേട്ടല്ലോ. ശരി ശരി. ഏടത്തി വന്ന് വിളിച്ചാലും പോകാൻ പാടില്ല. എന്തൊരു വർത്താനം അത്. ഈ ഏടത്തി നാളെ ഞാൻ മിനിസ്റ്ററായിട്ട് ചാർജ് എടുക്കാൻ പോവാ. എന്നെ നേരിട്ട് വന്ന് അനുഗ്രഹിച്ച വളരെ സന്തോഷമായിരിക്കും അമ്മേ. ഭരത് എവിടെ പോയി? അവർ രണ്ടുപേരും കല്യാണം കഴിക്കാൻ പോകുന്നല്ലേ പറഞ്ഞത്? അല്ല, ആർക്കെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടോ? ശരി, അങ്ങോട്ട് സൈഡിലോട്ട് മാറി നിന്നു. കുഴപ്പമില്ല. നിന്റെ അമ്മയെ ജീവനോടെ വേണമെങ്കിൽ ഫയലും കൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വാടാ. ഇവനെന്താ ഫയലില്ലാതെ വരുന്നത്? ഫയൽ എവിടാ? നിന്നോട് ഫയലുമായിട്ട് വരാനല്ലേ പറഞ്ഞേ? അമ്മയെ കാണിച്ചെന്നാ ഫയൽ എവിടെയാണെന്ന് പറയാം. അടിച്ചു കൊല്ലണം അവനെ. ഫയലും എടുക്കാതെ കൈയും വീശി വന്നിരിക്കുന്നു. തീർത്തേക്കണം അവനെ. നിന്റെ ചേട്ടനെ കൊന്നത് ആരാണെന്ന് അന്വേഷിച്ച് നീ നാട് മുഴുവൻ അലഞ്ഞു നടക്കുകയല്ലേ? ഞാൻ തന്നെയാ. ഈ കൈകൊണ്ടാ ഞാൻ കുത്തിക്കൊന്നത്. എനിക്കെതിരെ നിന്നതുകൊണ്ട് അവനെ കൊന്നത്. നീയും അതുപോലെ മുരിക്കും. ഇപ്പം മുരട്ടു സ്വഭാവം ബുദ്ധിസാമർഥ്യം ഒരുമിച്ച് പ്രതിഫലിക്കുന്ന ഒരു മനുഷ്യനായി മാറിയിരിക്കുക അനൂപ്.
ഇത്രയും കാലം കൊടിയെ കൊന്നത് ആരാണെന്ന് നിനക്ക് അറിയുന്ന ഞാൻ വിചാരിച്ചത്. എന്നാ നീയാണ് ആ കൊലപാതകയെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അനൂപേ വേണ്ടടാ, ഇവളുടെ കൈകൊണ്ട് കൊടി മരിക്കില്ല. എന്തോ ഒരു കാരണം കണ്ട് ഇവള് ജീവിക്കാൻ വേണ്ടി അവൻ ഒഴിഞ്ഞു കൊടുത്തതാ. ഇപ്പൊ നീ ഇവളെ എന്തെങ്കിലും ചെയ്താ അവൻ ചെയ്തതിന് അർത്ഥമില്ലാതെ പോകും. നീ ആഗ്രഹിക്കുന്ന പദവി ഒരിക്കലും നിനക്ക് സന്തോഷം തരാതെ നിന്നെ ജീവിതത്തിൽ ഒറ്റപ്പെടുത്തും. നോക്കിക്കോ, അപ്പോഴേ നിനക്ക് കൊടിയുടെ മഹത്വം മനസ്സിലാകും. ഭാനുപേ, എന്താ എടുത്ത് എന്നാലും ഇങ്ങനെ ചെയ്തല്ലോ. കൊടി എനിക്ക് ജീവനായിരുന്നു എടുത്ത്. എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ സ്വന്തം എല്ലാത്തിനും ഉപരിയായിട്ട് അവൻ ഫ്രണ്ടായിരുന്നു എടുത്തി. നിങ്ങളുടെ രണ്ടുപേരെയും കല്യാണം കഴിഞ്ഞ് സന്തോഷമായിട്ട് കാണണമെന്ന് വിചാരിച്ചതാ. അതെല്ലാം നശിപ്പിച്ചില്ലേ. ഇനിയൊന്നും വേണ്ട, കൊടിയുടെ കൂടെ പോയി ജീവിക്കുക.